ഒരു ദിവസം ഞാൻ ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന സമയത്ത് എന്റെ കണ്ണിൽ നിന്നും വെള്ളം വരുമായിരുന്നു. ഞാനും എന്തിനാ കരയുന്നത്, എന്താ കാരണം ഒന്നും എനിക്ക് അറിയുന്നില്ല. ഞാൻ എന്തോ ഒരു സ്വപ്നം കണ്ട പോലെ എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ അത് എന്താണെന്ന് എനിക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇന്നും എന്റെ ഉള്ളിൽ ഞാൻ ആരെയോ എന്തിനെയോ അന്വേഷിക്കുന്ന പോലെ എനിക്ക് തോന്നുകയാണ്. ഞാൻ ഈ ആരെയാണ് അന്വേഷിക്കുന്നത്, എന്തിനെയാണ് അന്വേഷിക്കുന്നതെന്നും എനിക്കറിയുന്നില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ഒരു കോമറ്റ് വീണ ദിവസം ഉണ്ടല്ലോ, അന്ന് തൊട്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നാൻ തുടങ്ങിയത്. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഇത് വെറും ഒരു സ്വപ്നമായിരിക്കും, അല്ലെങ്കിൽ ഇതെല്ലാം ഒരു തോന്നൽ മാത്രമായിരിക്കാമെന്ന്. എന്നാൽ അങ്ങനെയാണെന്നും എനിക്കങ്ങ് തീർത്ത് പറയാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ ഈ ഒരു ഫീലിൽ നടക്കുന്ന രണ്ടുപേരെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മക്കോട്ടോ ഷിൻകായ് ദ ലെജൻഡ്, അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള കിമി നോ നാവ അഥവാ യുവർ നെയിം. ഫിലിമിന്റെ സ്റ്റാർട്ടിംഗ് മുതൽ തന്നെ നമ്മുടെ നായികയെ കാണിക്കുകയാണ്. ഇവളുടെ പേരാണ് മിത്സുഹ. അവളും ഉറക്കം എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് ഇത് ഏത് സ്ഥലം, എന്റെ റൂം ഇങ്ങനെയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് ചിന്ത വരുന്നു. ചേച്ചി സമയം വേഗം താഴോട്ട് വാന്ന് പറഞ്ഞ് അനിയത്തി വന്ന് വിളിക്കുന്നു. ഇവളെന്തിനാ എന്നെ നോക്കിയിട്ട് ചേച്ചി എന്ന് പറഞ്ഞു. എന്നിട്ട് അവളെ എഴുന്നേറ്റ് പോയിട്ട് അവർ കണ്ണഴി നോക്കിയപ്പോഴാവട്ടെ ഭയങ്കരധികം ഷോക്കായി പോകുന്നു. അവിടെ കെട്ടിയതിൽ അങ്ങനെ പിറ്റേ ദിവസം കാണിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ മിത്സുഹ ആവട്ടെ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആവുന്നു. സോ മിത്സുഹയുടെ വീട്ടിൽ ഒരു അനീതിയും ഒരു മുത്തശ്ശിയും മാത്രമാണ് ഉള്ളത്. ഇവളുടെ അമ്മ ചെറുപ്പത്തിൽ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇവളുടെ അച്ഛനാവട്ടെ ഇവരെ നോക്കാണ്ട് ഇവരുടെ കൂടെ അല്ല താമസിക്കുന്നത്. അത് മാത്രമല്ല അതേ ടൗണിലെ മേയറും കൂടിയാണ് അദ്ദേഹം. മിത്സുഹയെ കണ്ടു നമ്മുടെ മുത്തശ്ശി ആവട്ടെ ഇന്ന് നിനക്ക് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു ചോദിക്കുന്നു. അപ്പൊ തന്നെ അവളുടെ അനീതി ആവട്ടെ നീ ഇന്നലെ എന്തൊക്കെ കാണിച്ചു പോട്ടെ മിത്സുഹ എന്നൊക്കെ പറഞ്ഞു ചോദിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ഇത് എന്താ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അവൾക്കൊന്നും തന്നെ ഐഡിയ ഇല്ല. എന്തായാലും ആവട്ടെ എന്ന് പറഞ്ഞ് അവളും TV ഓൺ ആക്കുന്നു. 1200 വർഷങ്ങളിൽ ഒരു പ്രാവശ്യം മാത്രം വരുന്ന ആ ഒരു കോമറ്റ് ഇപ്പോൾ ഭൂമിയുടെ അടുത്തെത്താറായിട്ടുണ്ട്. ഇതിനെ ജനങ്ങൾക്കെല്ലാം തന്നെ അവരുടെ സാധാരണ കണ്ണുകൾ കൊണ്ട് തന്നെ കാണാൻ സാധിക്കും. ഇനിയും ഒരു മാസത്തിനുള്ളിൽ ആ ഒരു കോമറ്റ് നമുക്ക് കാണാൻ സാധിക്കുമെന്നും ആ ഒരു ന്യൂസിൽ പറയുന്നു. അത് കഴിഞ്ഞിട്ട് അവളും ഡ്രസ്സുമായി റെഡി ആയിട്ട് സ്കൂളിലോട്ടും പോവുകയാണ്. അതിനുശേഷം മിത്സുഹ അവളുടെ 2 കൂട്ടുകാരെയും മീറ്റ് ചെയ്യുന്നു. നിന്റെ മുത്തശ്ശൻ നിന്റെ ബാധയിൽ ഒഴിപ്പിച്ചോ എന്നൊക്കെ പറഞ്ഞ് അവളോട് ഒരുപാട് ചൂടാവുന്നു. കാരണം ഇന്നലെ ഇവളുടെ പെരുമാറ്റം മൊത്തം ഭയങ്കര വിയേർഡ് ആയിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റിയാണ് ഇവർ സംസാരിക്കുന്നത്. ഗൈസ് നിങ്ങൾ ഇത് എന്താ പറയുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മിത്സുഹ പറയാണ്. അങ്ങനെ അവരും അവരുടെ സ്കൂളിലോട്ട് പോകുന്ന സമയത്താണ് അവിടുത്തെ മേയർ മൈക്കിൽ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു മേയർ വേറെ ആരുമല്ല, നമ്മുടെ മിത്സുഹയുടെ അച്ഛനാണ്. ഇവളും ഒന്നും മിണ്ടാതെ അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അങ്ങേരാവട്ടെ ഇവളെ കണ്ടതും മിത്സുഹ നേരെ നടക്കടി എന്നൊക്കെ പറഞ്ഞ് പറയുന്നു. അത്ര ആളുകളുടെ മുമ്പ് വെച്ച് ഇങ്ങനെ പറഞ്ഞ സമയത്ത് അവൾക്ക് ഭയങ്കര നാണക്കേട് വരുന്നു. അത് മാത്രമല്ല ഇവളെ കളിയാക്കാൻ വേണ്ടി തന്നെ സ്കൂളിൽ കുറെ എണ്ണം ഉണ്ടാവുമല്ലോ, അപ്പൊ അവരും ഇവളെ ഇത് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. എന്നാൽ ഇതിനൊന്നും പ്രതികരിക്കാതെ നമ്മുടെ മിത്സുഹ അവിടെ നിന്ന് നടന്നു പോവുകയാണ്. അങ്ങനെ ഇവളും ക്ലാസ്സിൽ ചെന്നിട്ട് നോട്ട്ബുക്ക് തുറന്നു നോക്കുന്ന സമയത്താണ് അതിനകത്ത് ഹൂ അറിയൂ എന്ന് പറഞ്ഞിട്ട് ആരോ എഴുതി വെച്ചിട്ടുണ്ട്. മിത്സുഹ അത് നോക്കുന്നുണ്ട്. ഇത് ആരപ്പ എഴുതി വെച്ചെന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ ചിന്തിക്കുന്നു. ആ സമയം ടീച്ചർ വിളിച്ചിട്ട് വായിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. മിത്സുഹ ഇന്ന് നിന്റെ പേര് നിനക്ക് ഓർമ്മയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ ടീച്ചർ ചോദിക്കുന്നു. പേര് ഓർമ്മയുണ്ടോന്നോ, എന്ത് ഈ ടീച്ചർ ചോദിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവളും ചിന്തിക്കുന്നു. എന്നിട്ട് ഇന്റർവെൽ ആവുന്ന സമയത്ത് ഇവളുടെ കൂട്ടുകാരുണ്ടല്ലോ അവരോട് ചെന്ന് ചോദിക്കുകയാണ് ഞാൻ ഇന്നലെ എന്തൊക്കെയാ ചെയ്ത് കൂട്ടിയെന്ന്. നിനക്ക് ഒന്നും ഓർമ്മയില്ല, നീ എന്തൊക്കെയാ ഇന്നലെ കാണിച്ചു കൂട്ടിയെ, നിന്റെ ക്ലാസ് ഏതാണെന്ന് അറിയുന്നില്ല, നിന്റെ ലോക്കർ എവിടെയാണെന്ന് അറിയുന്നില്ല, എന്തിനേറെ പറയണം നീ കിടക്കപ്പായിന്ന് എഴുന്നേറ്റ് വന്ന പോലെ മുടി പോലും ചെയ്യാതെ നീ വന്നേന്നൊക്കെ പറഞ്ഞ് ആ ഒരു പെൺകുട്ടി പറയുന്നു. സത്യമാണ് ഈ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് അവൾ ഷോക്കാവുന്നു. മേ ബി നിനക്ക് വല്ല അമ്നീഷോ വല്ലതും ആണോന്നൊക്കെ പറഞ്ഞ് അവർ ചോദിക്കുന്ന സമയത്ത് നീ ഇപ്പൊ പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്ത് ഞാൻ ഇപ്പൊ കുറച്ചായിട്ട് കുറെ വിയേർഡ് ആയിട്ടുള്ള ഡ്രീംസ് കാണാറുണ്ട്, ഞാൻ വേറെ ആരുടെ ലൈഫ് ജീവിക്കുന്ന പോലെ അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഡ്രീംസ് ഞാൻ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞ് മിത്സുഹ പറയുന്നു. എന്ത് ചെയ്തിട്ടാണെങ്കിലും ഇവിടുന്ന് ഗ്രാജുവേറ്റ് ആയി നേരെ ടോക്കിയോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് മിത്സുഹ പറയുന്നു. കാരണം ഇവൾക്ക് ഈ ഒരു ഗ്രാമത്തിൽ ജീവിക്കാൻ തീരെ താല്പര്യമില്ല. അന്ന് രാത്രി നമ്മുടെ മിത്സുഹയുടെ വീട്ടിലെ മുത്തശ്ശിയും അനീത്തിയും എല്ലാം ചേർന്നിട്ട് ആ ഒരു നൂലെല്ലാം ത്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവരുടെ മുത്തശ്ശി ആ ഒരു ഇവരുടെ ഫാമിലി ആയുള്ള മിയാമിസു ഫാമിലിയെ പറ്റിയുള്ള ആ ഒരു ട്രഡീഷൻ പറഞ്ഞു കൊടുക്കുന്നത്. ഇവരുടെ ഫാമിലിയുടെ പേരാണ് മിയാമിസു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 200 വർഷങ്ങൾക്ക് മുമ്പ് മിയാമിസു ഷ്രൈൻ എന്ന് പറയുന്ന ഒരു അമ്പലം ഉണ്ടായിരുന്നു. അതായത് നമ്മളെ കുടുംബക്ഷേത്രം എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു സ്ഥലമാണ്. അന്ന് പെട്ടെന്ന് അവിടെ ഒരു തീപിടുത്തം വന്നിട്ട് ആ ഒരു അമ്പലം തന്നെ കത്തി നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു തീപിടുത്തം കാരണം അവരുടെ ട്രഡീഷൻ തന്നെ ഇല്ലാതായി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പൊ അവശേഷിക്കുന്ന ഇവർ 3 പേര് മാത്രമാണ് ഈ ഒരു ട്രഡീഷൻ ഫോളോ ചെയ്യുന്നത്. മിത്സുഹയുടെ പേരൻസ് 2 പേരും ഈ ഒരു ട്രഡീഷൻ ഫോളോ ചെയ്ത് വന്നവരായിരുന്നു. എന്നാൽ ഇവളുടെ അമ്മയുടെ മരണത്തിന് ശേഷം ഇവളുടെ അച്ഛനാവട്ടെ തന്റെ ഭാര്യയെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ലോ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ തന്നെ ഈ ട്രഡീഷൻ തന്നെ വേണ്ടാന്ന് പറഞ്ഞ് അതിൽ നിന്നും മാറി വരികയാണ്. എന്നാൽ ഇവരുടെ മുത്തശ്ശിയാവട്ടെ നീ വേണേ പോക്ക്, പക്ഷെ എനിക്ക് മക്കളെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മക്കൾ 2 പേരും മുത്തശ്ശിയാണ് അതിനുശേഷം വളർത്തിയത്. സോ ഈ ഒരു മിയാമിസു ട്രഡീഷനിൽ നിന്നും ഇറങ്ങി ഇദ്ദേഹം ആവട്ടെ അതിനുശേഷമാണ് ഈ ഒരു പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്നത്. ഇതിനോടൊപ്പം തന്നെ ഇവരൊരു കാര്യം ത്രെഡ് ചെയ്യുന്നുണ്ടല്ലോ, അതിനും ഒരു വിശദീകരണം കൊടുക്കുന്നുണ്ട്. എന്താണെന്നാൽ ഇങ്ങനെ നമ്മൾ ഈ ഒരു നൂല് ത്രെഡ് ചെയ്യുന്ന സമയത്ത് അത് ആ ഒരു ത്രെഡ് ചെയ്യുന്ന ആളുടെ ഒരു സോളിന്റെ ഒരു ഭാഗമാകും എന്ന് പറയുന്നു. അതിനുശേഷം മിയാമിസു ഫാമിലിയിൽ വരുന്ന ഒരു ഫെസ്റ്റിവൽ ഉണ്ട്. അത് നമ്മുടെ മിത്സുഹയും അവളുടെ അനീതിയും ചെയ്യുകയാണ്. ഒരു പ്രത്യേക തരത്തിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവിടെ ഒരു ഡാൻസ് എല്ലാം അവൾ കളിക്കുന്നു. സോ അവരുടെ ആ ഒരു ട്രഡീഷനുള്ള ഒരു റിച്വൽ പ്രകാരമാണെങ്കിൽ ഇവർ 2 പേരും സാധാരണ ചോറ് വായിലിട്ട് ചവച്ച് എന്നിട്ട് അതിനെ ഒരു ചെറിയ പാത്രത്തിലേക്ക് തുപ്പി എന്നിട്ട് അതിനെ ഒരു തുണി വെച്ച് കെട്ടി അതിന് മേലെ ഒരു ത്രെഡ് വെച്ച് അതിനെ കെട്ടിയിട്ട് അതിനെ ഇങ്ങനെ ഇവർ പ്രിസർവ് ചെയ്തിട്ട് മാറ്റി വെക്കും. അതും ഇങ്ങനെ നാളാകും തോറും തന്നെ അതൊരു ആൽക്കഹോൾ ആയിട്ട് മാറിയാണ്. ഇതിന്റെ പേരാണ് കുച്ചിക്കാമിസാക്കി. എന്നിട്ട് അതിനുശേഷം ഇതിനെ ഇവര് ദൈവത്തിന് സമർപ്പിക്കുന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് മൂലം ദൈവത്തിന് ഇവരുടെ ഒരു പാതി തന്നെ നൽകുന്നു എന്നാണ് ഇവരുടെ ഒരു വിശ്വാസം. ഇവളും ആ ഒരു മിയാമിസു ഫാമിലിയിൽ ആ ഒരു ട്രഡീഷൻ എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്, റിച്വൽ എല്ലാം കൺസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവൾ ഒരു ടീനേജ് എത്തിയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ ചെയ്യുന്നതിൽ അവൾക്ക് കുറച്ച്
ബുദ്ധിമുട്ട് വരികയാണ്. അപ്പോൾ ഉള്ളിൽ ആ ഒരു സങ്കടം കൊണ്ട് തന്നെയാണ് അവൾ ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പോലും. അതേസമയം താഴെ തന്നെ ഇവളുടെ ആ ഒരു സ്റ്റാർട്ടിംഗ് തന്നെ ആ ഒരു സ്കൂളിലെ പിള്ളേരെ ഇവളെ വീണ്ടും കളിയാക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ ആ ഒരു ഫെസ്റ്റിവൽ അവസാനിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ നായികയും അനിയത്തി ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ചേച്ചി നമുക്ക് ടോക്കിൽ പോകാനുള്ള കാശ് ഈ ഒരു സാക്ക് വിറ്റിട്ടുണ്ടാക്കിയാലോ, ഇത് ഒരു ആൽക്കഹോൾ ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവള് പറയുന്നു. എനിക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നുന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മിത്സുഹ ഓടി വെളിയിലോട്ട് വന്നിട്ട് എനിക്ക് ഈ ഒരു ജീവിതം മടുത്തു, എനിക്ക് ഇവിടെ ജീവിക്കാനേ താല്പര്യമില്ല, എനിക്ക് അടുത്ത ജന്മം എന്നും ഉണ്ടെങ്കിൽ എനിക്ക് ടോക്കിയോയിൽ ഒരു പയ്യനായിട്ട് ജനിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവൾ അവിടെ കിടന്ന് അലർന്നു. എന്നിട്ട് അവരും അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അടുത്ത ദിവസം ആവുകയാണ്. മിത്സുഹയും എഴുന്നേക്കാൻ വേണ്ടി ഇങ്ങനെ തിരിഞ്ഞ സമയത്ത് അവൾ പെട്ടെന്ന് ഒരു കട്ടിൽ നിന്ന് താഴോട്ട് വീണു. ഞാൻ ഇങ്ങനെ താഴെ വീണു, വീട്ടിൽ കട്ടിലില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൾ പുതപ്പ് മാറ്റുന്നു. നോക്കുമ്പോൾ ആ റൂം തന്നെ മാറിയിരിക്കുകയാണ്. ഇത് ഏതാ റൂം എന്നൊക്കെ പറഞ്ഞ് അവൾ നോക്കുന്ന സമയത്ത് അവളുടെ വോയിസും ചേഞ്ച് ആയിട്ടുണ്ട്. എന്താണ് സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മിത്സുഹ ഇപ്പൊ ഒരു പയ്യനായിട്ട് മാറിയിരിക്കുകയാണ്. ഞാൻ ഇന്നലെ അങ്ങനെ വെറുതെ പറഞ്ഞില്ല, അത് സത്യമായോ എന്നൊക്കെ പറഞ്ഞ് അവൾ ചിന്തിക്കുന്നു. ഇല്ല, ഇത് സ്വപ്നമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവൾ ചിന്തിക്കുന്ന സമയത്താണ് താഴെ ഒരാൾ വന്ന് വിളിക്കുന്നുണ്ട്. ഏട്ടാക്കി എഴുന്നേക്ക്, ഇന്ന് നീയാണ് ഭക്ഷണം ഉണ്ടാക്കണം, മറന്നോ? ഒരു വൈകിയെന്ന് പറഞ്ഞ് സ്കൂളിൽ പോയിരിക്കേണ്ട, വേഗം ക്ലാസ്സിൽ പോകുന്നു പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് ജോലിക്ക് പോവുകയാണ്. ഇദ്ദേഹം ആ ഒരു ടാക്കി എന്ന് പറയുന്ന ഒരു പയ്യന്റെ അച്ഛനാണ്. എന്നിട്ട് മിത്സുഹയും അതെല്ലാം അത്ഭുതത്തോടെ തന്നെ ചുറ്റും നോക്കുന്നുണ്ട്. അവന്റെ ഫേസ് നോക്കുമ്പോൾ മുറിവൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് അവന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. നീ ഇപ്പോഴും വീട്ടിലാണോ, വേഗം ഇങ്ങോട്ട് വാഴാന്നൊക്കെ പറഞ്ഞ് സുക്കാസ എന്ന് പറയുന്ന ഒരാൾ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ആരത്? സുക്കാസയോ? അതാരടാപ്പാന്നൊക്കെ പറഞ്ഞ് അവൾ ഒരുപാട് ചിന്തിക്കുന്നു. അപ്പൊ അവിടെയായിട്ട് അവന്റെ ഷർട്ട്, അതായത് ടാക്കിയുടെ ഷർട്ട് ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് സ്കൂളിന്റെ പേരെല്ലാം കൊടുത്തിട്ടുണ്ട്. അവളും അതൊക്കെ ഇട്ട് പോകാന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് അവൾക്ക് അർജന്റായിട്ട് ബാത്റൂമിൽ പോകാൻ തോന്നുന്നു. അവളും ബാത്റൂമിലെല്ലാം പോയിട്ട് ഈ പറയുന്ന ഡ്രസ്സെല്ലാം മാറി വെളിയിലോട്ട് വരുന്ന സമയത്ത് ദൈവമേ എന്ത് സ്വപ്നമാണിത്, ഭയങ്കര റിയൽ ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൾ ചിന്തിക്കുന്നു. അങ്ങനെ അവൾ വെളിയിലോട്ട് വന്ന് നോക്കുന്ന സമയത്താണ് അവൾ ഭയങ്കര ഷോക്കാവുന്നത്. എന്താണെന്നാൽ അവൾ ജീവിക്കുന്ന ആ ഒരു ഗ്രാമത്തിലല്ല, പകരം ടോക്കിയോയിലാണ് അവൾ ഇപ്പോൾ ഉള്ളത്. താനും ഇന്നലെ രാത്രിയിൽ ഇന്ന പോലെ അടുത്ത് ചെന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും ടോക്കിൽ ഒരു പയ്യനായിട്ട് ജനിച്ചാൽ മതി എന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അത് ഓർത്ത് കിടന്നുകൊണ്ട് വല്ല അതിനെ പറ്റിയുള്ള സ്വപ്നമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇത് വെറും ഒരു സ്വപ്നമാണെന്ന് അവൾ വിശ്വസിക്കുന്നു. സ്വപ്നമാണെങ്കിൽ എന്താ, ടോക്കിയോ വന്നില്ലേ, അതെന്തായാലും എൻജോയ് ചെയ്യാന്ന് പറഞ്ഞ് അവൾ തീരുമാനിക്കുന്നു. അവൾ കുറെ അലഞ്ഞ് ആ ഒരു സ്കൂളും കണ്ടുപിടിക്കുന്നു. അപ്പൊ അവൾ വെളിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ടാക്കി നീ എന്താ ഇവിടെ നിൽക്കുന്നത്, ശരി വാ നമുക്ക് ലഞ്ച് കഴിക്കാൻ പോകാന്ന് പറഞ്ഞ് അവളുടെ തോളത്ത് കൈയിട്ട് കൊണ്ടുപോവുകയാണ്. കൈയെടുത്ത് മാറ്റി ഞാനൊരു പെണ്ണാണെന്നൊന്നും അവൾക്ക് പറയാൻ സാധിക്കില്ലല്ലോ, ഞാൻ അയച്ച മെസ്സേജ് ഒക്കെ നീ ഇഗ്നോർ ചെയ്തല്ലേ, എന്താ റിപ്ലൈ വരാതെന്നൊക്കെ പറഞ്ഞ് ഇയാൾ ചോദിക്കുന്നു. സോ ഇദ്ദേഹമാണ് സുക്കാസ. എന്നിട്ട് വേറൊരു കൂട്ടുകാരൻ ചേർന്നിരുന്നിട്ട് ഇവര് ഫുഡ് കഴിക്കുന്നുണ്ട്. മിത്സുഹയും അവരോട് മിണ്ടാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് എടാ നിനക്ക് എന്ത് പറ്റി, നിന്റെ സംസാരമൊക്കെ വ്യത്യാസം ഉണ്ടല്ലോ, ഭയങ്കര പൊളൈറ്റ് ആയിട്ടൊക്കെയാണല്ലോ നീ സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവർ ചോദിക്കുന്നു. അതൊന്നുമില്ല, ഞാൻ ജസ്റ്റ് അങ്ങനെ പറയാൻ വേണ്ടി ശ്രമിച്ചു നോക്കിയതാണെന്ന് ഇവള് പറയുന്നു. അതെന്തെങ്കിലും ആയിട്ട് നമുക്ക് ഇന്ന് കഫേ പോയാലോ എന്ന് പറഞ്ഞ് അവർ ചോദിക്കുന്നു. അതിനുശേഷം ഇവരും ആ ഒരു ക്ലാസ് എല്ലാം തീർന്ന ശേഷം ആ ഒരു കഫേയിലോട്ടും പോകുന്നു. എന്നിട്ട് അവളും അവിടുത്തെ മെനു എല്ലാം നോക്കുന്ന സമയത്താണ് ഭയങ്കര റേറ്റ് എല്ലാത്തിനും. ഈ ക്യാഷ് അവളുടെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഒരു മാസം അവൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. എന്തായാലും ഒരു ഡ്രീം അല്ലേ, ശരിയെന്ന് പറഞ്ഞിട്ട് അവൾ ഒരു നല്ലൊരു സാധനം ഫുഡ് അങ്ങ് ഓർഡർ ചെയ്യുന്നു. എന്നിട്ട് അവളും അതെല്ലാം കഴിച്ച ശേഷം എന്ത് നല്ല ഡ്രീം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും പറയുന്നു. അവരാവട്ടെ ഇവൻ എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്നുണ്ട്. ആ സമയത്ത് ടാക്കിയുടെ മൊബൈലിൽ എന്താ പറയുക റിമൈൻഡർ വരുന്നത് ജോലിക്ക് പോകാൻ സമയമായി എന്ന് പറഞ്ഞു. എടാ ഇന്ന് നിനക്ക് ഷിഫ്റ്റ് ഉണ്ടോ എന്ന് പറഞ്ഞ് കൂട്ടുകാരിക്കുന്ന സമയത്ത് അത് പിന്നെ ഞാൻ എവിടെ ശരിക്കും വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവരോട് ചോദിക്കുന്നു. ടാക്കി ശരിക്കും നിനക്ക് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ അന്തം വിട്ടിരിക്കുന്നു. എന്നിട്ട് അവരും ആ ഒരു സ്ഥലമെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അവനും ഒരു കഫേയിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് അവിടേക്ക് നമ്മുടെ ടാക്കിയുടെ ബോഡിയിലുള്ള നമ്മുടെ ആ ഒരു മിത്സുഹയും പോവുകയാണ്. ടാക്കി അവിടെ അവിടുത്തെ ഒരു വെയിറ്റർ ആണ്. ആ ഒരു ജോലിയൊന്നും നമ്മുടെ മിത്സുഹയ്ക്ക് അറിയത്തില്ല. ആരെന്തൊക്കെ ഓർഡർ ചെയ്തു റെസിപ്പീസിന്റെ പേര് പോലും അവൾക്ക് അറിയുന്നില്ല. ഓർഡർ ചെയ്യാത്ത ടേബിളിലേക്ക് സാധനം എത്തിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഷളാക്കി വിടുന്നു. ദൈവമേ എപ്പോഴാണ് ഈ ഒരു സ്വപ്നം തീരുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആ ഒരു മിത്സുഹ ചിന്തിക്കുന്നു. അപ്പൊ അവിടെ വേണമെന്ന് വെച്ചാൽ ഒരു കസ്റ്റമർ വഴക്കുണ്ടാക്കുന്നുണ്ട് ഈ പിസയിൽ ടൂത്ത്പിക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ മിത്സുഹയ്ക്കും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് അറിയാതിരിക്കുന്ന സമയത്താണ് അവിടേക്ക് വേറൊരു സ്ത്രീ വന്നിട്ട് ഇത് ഞാൻ നോക്കിക്കോളാം നീ പൊക്കെന്ന് പറഞ്ഞ് അവനെ രക്ഷിക്കുന്നത്. എന്ത് പറ്റി എന്ത് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സ്ത്രീ അവിടെ നൈസായിട്ട് അത് ഹാൻഡിൽ ചെയ്യുന്നു. എടാ ടാക്കി നിനക്ക് ശരിക്കും എന്താണ് പറ്റിയെന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ ആളുകളും ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു കഫേയെല്ലാം ക്ലോസ് ആയിട്ട് അവിടെ എല്ലാം ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ടാക്കി രക്ഷിച്ച ഒരു സ്ത്രീ ഉണ്ടല്ലോ ആ ഒരു സ്ത്രീയുടെ സ്കേർട്ട് കീറിയിരിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. അത് കുറച്ച് മുമ്പ് നമ്മുടെ ടാക്കിയുടെ പ്രശ്നം ഉണ്ടാക്കിയ ഒരു കസ്റ്റമർ ഉണ്ടല്ലോ അവനാണ് ഈ പറഞ്ഞ ബ്ലേഡ് വെച്ച് ഈ ഒരു സ്കേർട്ട് മുറിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു പെൺകുട്ടിയുടെ പേര് ഒക്കഡൂറ എന്നാണ്. ശേഷം ടാക്കിയുടെ ദേഹത്തുള്ള ആ ഒരു മിത്സുഹയും നമ്മുടെ ആ ഒരു സ്ത്രീയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് ഇവളും വാതിലൊക്കെ അടച്ചിട്ട് സാധാരണയായിട്ട് ആ ഒരു സ്കേർട്ട് ഊരി മാറ്റുന്നൊക്കെ പറഞ്ഞ് പറയുന്നു. നീ എന്ത് പറയുന്നതൊക്കെ പറഞ്ഞ് ആ ഒരു ഒക്കഡൂർ ചോദിക്കുന്നു. ഇല്ലില്ല ഞാൻ തിരിഞ്ഞു നോക്കിക്കോളാം പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് പറയുന്നു. എന്നിട്ട് നമ്മുടെ മിത്സുഹ ആവട്ടെ ആ ഒരു കീറിയതിനെ തുന്നി എന്നതിന് പുറമെ അവിടെ ഒരു എംബ്രോയിഡറി വർക്ക് തന്നെ അവൾ ചെയ്യുന്നുണ്ട്. ടാക്കി ഇത് ശരിക്കും നന്നായിട്ടുണ്ട്, ആയതിനേക്കാളും ഇത് നല്ലതെന്നൊക്കെ പറഞ്ഞ് ആ ഒരു സ്ത്രീയും പറയുന്നു. അതിനുശേഷം മിത്സുഹയും വർക്കെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വന്ന് നോക്കുകയാണ്. എന്നിട്ട് മൊബൈലൊക്കെ നോക്കുന്ന സമയത്താണ് നമ്മുടെ ടാക്കി എന്ന് പറയുന്ന ഒരു പയ്യനാവട്ടെ എന്തെങ്കിലും കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ആ ഒരു ഡയറി ആയിട്ട് അവൻ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. ഇത് കാണുന്ന നമ്മുടെ മിത്സുഹയും ഇന്ന് നടന്ന കാര്യമെല്ലാം തന്നെ അവളും നോട്ട് ചെയ്ത് വെക്കുന്നു. ഇത് ശരിക്കും ഒരു സ്വപ്നമാണോ അല്ലയോ എന്നൊന്നും തന്നെ അവൾക്ക് അറിയുന്നില്ല. അത് മാത്രമല്ല അവളുടെ നോട്ട്ബുക്കിൽ ആര് ഹൂ അറിയോ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. അക്കാര്യം അവളോട് ചിന്തിച്ചു നോക്കിയിട്ട് എന്തോർത്തെന്നറിയില്ല അവൾ നേരെ ഒരു പേന എടുത്തിട്ട് നമ്മുടെ ടാക്കിയുടെ കയ്യിലായിട്ട് മിത്സുഹ എന്ന് പറഞ്ഞ് അവളുടെ പേര് എഴുതി വെക്കുന്നു. അതിനുശേഷം അവളും കിടന്നുറങ്ങുന്നു. അങ്ങനെ പിറ്റേ ദിവസം ആവുന്ന സമയത്ത് ഇപ്പൊ എഴുന്നേക്കുന്നത് നമ്മുടെ ടാക്കിയാണ്. അവന് എഴുന്നേറ്റ് കൈ നോക്കുന്ന സമയത്ത് അതിൽ മിത്സുഹ എന്ന് പറഞ്ഞൊരു പേരുണ്ട്. ആരെ ഈ ഒരു മിത്സുഹ എന്ന് പറഞ്ഞിട്ട് അവന് ഒരു ഐഡിയ ഇല്ല. എന്നിട്ട് അവന് മൊബൈൽ എടുത്ത് നോക്കുന്ന സമയത്താണ് അവൻ നോട്ട് ചെയ്യുന്നത് എന്താണെന്നാൽ ടാക്കി നിന്റെ ഫ്രണ്ട്സ് എല്ലാം കൊള്ളാം, നീയും കൊള്ളാം കേട്ടോ, എന്താണ് നിന്റെ ജോലി മാത്രം എനിക്ക് പെട്ടെന്ന് പറ്റിയില്ല, എനിക്ക് ഇതൊരു സിനിമ പോലെ എനിക്ക് തോന്നുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുണ്ട്. ഇനി വർക്ക് ചെയ്യുന്ന അവിടെ ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒക്കഡൂറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കൂടെ കുറച്ച്
ടൈമില്ല ഞാൻ സ്പെൻഡ് ചെയ്തു. ജോലി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് സ്റ്റേഷനിലോട്ട് നടന്നു പോയെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. സാർ താങ്ക്സ് ടു മൈ ഫെമിനിൻ പവേഴ്സ് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരത്തെ എഴുതിയിട്ടുണ്ട്. ഇത് കാണുന്ന നമ്മുടെ ടാക്കിക്കാവട്ടെ ഒരു ഐഡിയ ഇല്ലത് എന്ത് പണ്ടാരാണെന്നൊക്കെ പറഞ്ഞ് അവൻ ചിന്തിക്കുന്നു. എന്നിട്ട് അവൻ സ്കൂളിലോട്ടും പോവുകയാണ്. എന്നിട്ട് ഫ്രണ്ട്സൊക്കെ കഫേയിലോട്ട് പോകാൻ വിളിച്ച സമയത്ത് ഇല്ലടാ എനിക്ക് ഷിഫ്റ്റ് എന്നുണ്ടെന്ന് പറഞ്ഞ് അവൻ ജോലിക്ക് പോകാന്ന് പറഞ്ഞ് പറയുന്നു. നിനക്ക് നീ എവിടെ ജോലി എന്ന് അറിയാലോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നു. നിങ്ങളത് ഇങ്ങനെ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് അവൻ ചോദിക്കുന്നു. ശരിയെന്ന് പറഞ്ഞ് നമ്മുടെ ടാക്കിയാവട്ടെ അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്തിലോട്ട് പോവുകയാണ്. അവിടെയുള്ള ആണുങ്ങളൊക്കെ ഇവൻ തന്നെ ഒരു മാതിരി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്നാൽ ഇവരെല്ലാം തന്നെ ആ ഒരു ഒക്കഡോറിനെ വളയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണ്. അപ്പൊ അന്ന് ഇനി ഞങ്ങളെല്ലാം മറികടന്നു പോയല്ലേ, എന്നിട്ട് രണ്ടുപേരും ഒരുമിച്ചല്ല നടന്നു പോയെ, എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഗായ്സ് എനിക്ക് സത്യമായിട്ട് ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ പറയുന്നുണ്ട്. ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ അവിടേക്ക് ആ ഒരു ഒക്കഡോർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും വരികയാണ്. അവളും ഉള്ളോട്ട് വന്നിട്ട് എല്ലാവരും ഗ്രീറ്റ് ചെയ്തിട്ട് പോകുന്ന സമയത്ത് ടാക്കി നോക്കിയിട്ട് ഒന്ന് കണ്ണടച്ചിട്ട് പോകുന്നു. അത് കണ്ടതും ബാക്കിയുള്ളവന്മാരൊക്കെ ഈ ഒരു ടാക്കിയോട് ഇറിറ്റേറ്റ് ആവുന്നു. അതേസമയം നമ്മുടെ ടാക്കി ആവട്ടെ അവൻ അങ്ങ് നാണിച്ച് നിന്ന് പോകുന്നു. അപ്പൊ അങ്ങനെ അവിടെ കട്ട് ചെയ്ത് നമ്മുടെ മിത്സുവെ കാണിക്കുകയാണ്. അവൾ ഉറക്കം എന്നിട്ട് നോക്കുന്ന സമയത്ത് അവളുടെ കയ്യിൽ മിത്സുക നീ ആരാണ് എന്താണെന്നൊക്കെ പറഞ്ഞ് അവളുടെ കയ്യിൽ കുറെ എഴുത്തൊക്കെ ഉണ്ട്. ഇത് ആരെഴുതി ഞാനല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൾ ചിന്തിക്കുന്നു. എന്നിട്ട് അവളും സ്കൂളിലോട്ട് പോകുന്നു. നോക്കുന്ന സമയത്ത് അവിടെയുള്ള എല്ലാവരും തന്നെ അവൾ ഒരു മാതിരി നോട്ടം. എന്താണ് മാറ്റർ എന്ന് പറഞ്ഞ് അവൾ കൂട്ടുകാരോട് ചോദിച്ച സമയത്താണ് ഡ്രോയിങ് ക്ലാസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള ആളുകളൊക്കെ ഇവളുടെ അച്ഛനെ പറഞ്ഞ് ഇവിടെ കളിയാക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ 3 പേരുണ്ടല്ലോ പെർട്ടിക്കുലർ ആയിട്ട് എപ്പോഴും ഇവിടെ കളിയാക്കുന്നത്. അപ്പൊ നമ്മുടെ മിച്ചുയുടെ ബോഡിയിലുള്ള നമ്മുടെ ടാക്കി ആവട്ടെ നേരെ അവിടെ ഉണ്ടായിരുന്ന ഒരു ടേബിൾ ചവിട്ടി അങ്ങ് ഉരുട്ടി വിടുന്നു. നീ ഒരു അക്ഷരം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ചവിട്ടി നിന്റെ മൂഞ്ചിക്കായിരിക്കും എന്ന മട്ടിലാണ് അവൾ അവിടെ ഇരിക്കുന്നത്. ഇതായിട്ട് നമ്മുടെ മിച്ചു ആവട്ടെ ഓടി ചെന്ന് അവൾ ആ ഒരു ബുക്കെല്ലാം തുറന്നു നോക്കുന്നുണ്ട്. അതിനകത്തൊക്കെ നമ്മുടെ ടാക്കി എന്തൊക്കെയൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കാണുന്ന സമയത്താണ് നമ്മുടെ മിച്ചുവയ്ക്കും ടാക്കിക്കും തങ്ങൾ രണ്ടുപേരും ആ ഒരു ബോഡി ചെക്ക് ചെയ്യുകയാണെന്ന് പറയുന്ന ഒരു വസ്തുത തിരിച്ചറിയുന്നത്. ഈട്ടമോറി എന്ന് പറയുന്ന ആ ഒരു ഗ്രാമത്തിലുള്ള നമ്മുടെ ആ ഒരു മിത്സുഹയും അതേസമയം ടോക്കിയോ സിറ്റിയിൽ ജീവിക്കുന്ന നമ്മുടെ ടാക്കിയും എന്തോ ഒരു അൺനോൺ റീസൺ കാരണം ബോഡി സ്വിച്ചിങ് നടക്കുകയാണ്. അതായത് ടാക്കിയുടെ ബോഡിയിൽ മിത്സുഹയും മിത്സുഹയുടെ ബോഡിയിൽ ടാക്കിയുമാണ് ജീവിക്കുന്നത്. ഇതിങ്ങനെ ആഴ്ചയിൽ 2-3 പ്രാവശ്യം നടക്കാറുണ്ട്. എന്നാൽ ഈ ബോഡി സ്വിച്ചിങ് കഴിഞ്ഞ ഒരു നോർമലിലേക്ക് മാറുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം എന്താണ് സംഭവിച്ചെന്ന് പറഞ്ഞ് ഒരു ഓർമ്മയും അവർക്ക് ഉണ്ടാവില്ല. ഇതിനെ തുടർന്ന് ഇവർ രണ്ടുപേരും ഒരു പ്ലാനിൽ എത്തിക്കുകയാണ്. എന്താണെന്നാൽ ഈ പറയുന്ന മൊബൈലിലെ എല്ലാ കാര്യങ്ങളും എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല അന്ന് എന്തൊക്കെയാണ് സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മിത്സുവെ ആവട്ടെ നമ്മുടെ ടാക്കിയോട് ഇന്ന പോലെ നീ കുളിക്കാൻ പാടില്ല, എന്നെ നോക്കാൻ പാടില്ല, എന്നെ തൊടാൻ പാടില്ല, പിന്നെ എപ്പോഴും നിന്റെ കാല് രണ്ടും ഒരുമിച്ച് വെക്കണം, ആണുങ്ങളെ തൊട്ട് സംസാരിക്കാൻ പാടില്ല, അത് മാത്രമല്ല പെണ്ണുങ്ങളെ നീ തൊടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ എഴുതി വെക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ നമ്മുടെ ടാക്കി ആവട്ടെ മിത്സുവയോട് നീ എന്റെ കാശ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല, ജോലിക്കൊരിക്കലും ലേറ്റ് ആവാൻ പാടില്ല, ക്ലാസ്സിൽ ലേറ്റ് ആവാൻ പാടില്ല, പെൺകുട്ടികളെ പോലെ ഒരുപാട് സംസാരിക്കാൻ പാടില്ല, ഇതിനൊക്കെ പുറമെ ഈ ഒരു ഒക്കഡോർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയോട് ഒരുപാട് കൂടുതൽ എടുക്കാനും പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവനും അവൾ ചെയ്യാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നുണ്ട്. എന്നാൽ രണ്ടുപേരും വിടുവോ ഇല്ല, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഇവർ രണ്ടുപേരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇട്ടിരിക്കുന്ന സ്കേർട്ട് ആണെന്ന് പോലും ആലോചിക്കാതെ അവൻ കാഷ്വലായിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കും. ഇതേ സമയം നമ്മുടെ മിത്സുയി ആവട്ടെ ഇവന്റെ കാശ് കൊടുത്തിട്ട് ഇന്ന പോലെ വിധവിധമായിട്ട് ഒരുപാട് ഫുഡ് അവൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ബാക്കി നീ ശരിക്കും എന്താ ചെയ്ത്? എന്നോടൊരു പയ്യനും ഒരു പെൺകുട്ടിയും വന്ന് പ്രപ്പോസ് ചെയ്തു. എനിക്കറിയില്ല, മേ ബി ഞാൻ നിന്റെ ദേഹത്തുള്ളപ്പോൾ നീ കുറച്ച് പോപ്പുലർ ആയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് അവൻ പറയുന്നു. മിത്സു സ്വീറ്റ് എല്ലാം വാങ്ങിച്ച് എന്റെ ക്യാഷ് വേസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് ആ ഒരു ടാക്കി പറയുന്നു. ചേട്ടാ അതൊക്കെ ഞാൻ കഴിക്കുന്നതല്ലേ, നിന്റെ ബോഡിയിലേക്കല്ലേ വരാൻ പോകുന്നത്, അപ്പൊ നിനക്ക് നല്ല നല്ലതെന്നൊക്കെ പറഞ്ഞ് അവള് പറയുന്നു. പിന്നെ വരുന്ന വഴി ഒക്കറ്റോരുടെ കൂടെ ഒരു കോഫി എല്ലാം കുടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അവള് പറയുന്നു. എടി ഞങ്ങളുടെ റിലേഷൻഷിപ്പ് വെച്ച് നീ കളിക്കാൻ നിൽക്കുന്നൊക്കെ പറഞ്ഞ് മിത്സുയോട് ടാക്കി പറയുന്നു. ഒരുപാട് പറയണ്ട, നിനക്ക് ഗേൾ ഫ്രണ്ട് ഇല്ലാത്തതുകൊണ്ടല്ലേ പറയുന്നത്, നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോടി എന്ന് പറഞ്ഞ് രണ്ടുപേരും ചോദിക്കുന്നു. മിത്സുയെ ഇടിയിട്ട് അവന്റെ മുഖത്ത് തന്നെ അവൻ എഴുതും. പിന്നെ ടാക്കിയെ മോറോൺ എന്ന് പറഞ്ഞ് നമ്മുടെ മിത്സു അവളുടെ മുഖത്ത് എഴുതും. ഞാൻ സിംഗിൾ ആയിരിക്കുന്നത് ഞാൻ ആഗ്രഹിച്ചിട്ടാണ്, എനിക്ക് ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പ് വേണ്ടാന്ന് പറഞ്ഞ് രണ്ടുപേരും പറയുകയാണ്. സോ അങ്ങനെ ഇരിക്കും ഒരു ദിവസം നമ്മുടെ മിച്ചുവയുടെ ബോഡിയിൽ ഈ പറയുന്ന ടാക്കിയുള്ള സമയത്ത് മുത്തശ്ശിയും അനീതിയും എല്ലാം ചേർത്തിക്കൊണ്ട് അവർ വേറൊരു സ്ഥലത്തിലേക്ക് പോവുകയാണ്. വയസ്സായില്ല, മുത്തശ്ശിയും കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ മിച്ചുവയുടെ ഉള്ളിലുള്ള ടാക്കി ആവട്ടെ മുത്തശ്ശിയെ എടുത്തുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഇവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു മിയാമിസ് സ്റ്റൈ എന്ന് പറഞ്ഞ ആ ഒരു അമ്പലത്തിലേക്കാണ് പോകുന്നത്. അതായത് ഇതിന് മുമ്പായിട്ട് അവർ പ്രിസർവ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കുച്ചിക്കാമിസാക്കി എന്ന് പറയുന്ന ഒരു ആൽക്കഹോൾ ഉണ്ടല്ലോ, അതിനെ ആ ഒരു അമ്പലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇവർ 3 പേരും പോകുന്നത്. അപ്പോഴാണ് അവളുടെ മുത്തശ്ശി മുസുബി എന്താണെന്നൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മുസുബി എന്ന് പറയുന്ന ഒരു വാക്കിന്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് യൂണിയൻ എന്നാണ്. അത് എന്തുമാവാം, അതായത് ഒരു വ്യക്തികൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ആവാം, അല്ലെങ്കിൽ ടൈമുകൾ തമ്മിലുള്ള ഒരു കണക്ഷൻ ആവാം, എന്തോ. നമ്മൾ ആ ഒരു സ്ട്രിങ്സിനെ എല്ലാം ത്രെഡ് ചെയ്യാറുണ്ടല്ലോ, അല്ല ഒരു നൂലെല്ലാം ത്രെഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ദൈവത്തിനെ വിചാരിച്ചാണ് ചെയ്യാറുള്ളത്. അപ്പൊ അതിൽ ഓരോ സ്ട്രിങ്സ് എന്ന് പറയുന്നത് ടൈമാണ്. അതായത് ആ ഒരു ത്രെഡ് എങ്ങനെയാണോ ഒന്നിനുമേൽ ഒന്നായിട്ട് ട്വിസ്റ്റ് ചെയ്ത് കിടക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ പറയുന്ന സമയം എന്ന് പറയുന്നത്. ഇവിടെയുള്ള എല്ലാത്തിനെയും മുസൂബിയായിട്ട് പറയാൻ പറ്റും. ഒരു മരത്തിൽ ഇലകളെല്ലാം കൂടി നിൽക്കുന്നത് കാണുമ്പോൾ അതും ഒരു മുസൂബിയാണ്. അതേ ഇലകൾ തന്നെ ഇടർന്ന് വെള്ളത്തിലോട്ട് വീഴുകയാണെങ്കിൽ ആ ഒരു വെള്ളത്തിൽ ബാക്കി ഇലകളെല്ലാം കിടക്കുന്ന സമയത്ത് അവയെല്ലാം ഒന്ന് ചേരുമ്പോഴും അത് മുസൂബിയാവും. ഇങ്ങനെ പറഞ്ഞു തന്നെ അവർ വിശ്രമിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിന്നിരിക്കുന്നുണ്ട്. അപ്പൊ ചായ കുടിക്കുന്ന സമയത്ത് ഈവൻ നമ്മൾ
ഈ കുടിക്കുന്ന ആ ഒരു ചായ പോലും ഒരു മുസൂബിയാണ്. ചായയോ മറ്റേത് തരത്തിലുള്ള ഡ്രിങ്കോ അത് നമ്മൾ കുടിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയായിട്ട് ഒന്നു ചേരും, അത് മുസൂബിയാണ്. നമ്മളിപ്പോൾ കൊണ്ടുവന്ന ഒരു കുച്ചിഗാമി സാക്കയും നമ്മളിൽ നിന്നും ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സോളുമായി കലർന്നിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുന്നത്. ഈ ഒരു സാക്കി നമ്മുടെ സോളിനെ ആ ഒരു ദൈവമായിട്ടും കണക്ട് ചെയ്യും. ആഗമത്തിൽ പറയുകയാണെങ്കിൽ ഈ പറയുന്ന കുച്ചിഗാമി സാക്കി എന്ന് പറയുന്നത് നമ്മുടെ മിച്ചുവയുടെ സോളിന്റെ ഒരു പകുതിയാണെന്ന് നമ്മുടെ ടാക്കി തിരിച്ചറിയുന്നു. എന്നിട്ട് ഇവരും ഈ ഒരു കുച്ചിഗാമി സാക്കിനെ നേരെ ആ ഒരു ഷ്രൈനിൽ കൊണ്ടുവച്ചിട്ട് തിരിച്ചു വരികയാണ്. വെളിയിൽ വരുന്ന സമയത്ത് അവിടുത്തെ സീനറി എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ അവളുടെ അനീതി ആവട്ടെ ആൾറെഡി മാജിക് അവർ വന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. സോ എന്താണ് ഈ പറയുന്ന മാജിക് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൽഡ് ആയിട്ടുള്ള ഒരു ബ്ലൂ കളർ അല്ലെങ്കിൽ ഒരു യെല്ലോ കളറിലായിരിക്കും സ്കൈ ഉണ്ടാവുക. സോ ഇതിനെ തന്നെയാണ് ട്വൈലൈറ്റ് എന്നും ഹാഫ് ലൈറ്റ് എന്നും ഗോൾഡൻ അവർ എന്നൊക്കെ പറയാറുള്ളത്. എന്നിട്ട് അവളുടെ അനീതി ചേച്ചി എനിക്ക് ആ വരാൻ പോകുന്ന ഒരു കോമറ്റ് ഇല്ല, എനിക്കത് ഇവിടുന്ന് കാണാൻ പറ്റുന്നൊക്കെ പറഞ്ഞ് അവളൊരു ബിറ്റ് അടിക്കുന്നു. കോമറ്റോ ഏത് കോമറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഒരു മിച്ചുവ ചോദിക്കുന്നു, അഥവാ ടാക്കി. അപ്പൊ അവളുടെ മുത്തശ്ശി വന്നിട്ട് മിച്ചു നിനക്ക് എന്ത് പറ്റി, നീ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ എന്ന് പറഞ്ഞ് ചോദിക്കുന്നു. ഇത് പറഞ്ഞ് തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ നമ്മുടെ ആ ഒരു ടാക്കി അവന്റെ ബോഡിയിൽ നിന്നും കണ്ണു ഓർന്ന് നിൽക്കുന്നു. സാധാരണഗതിയിൽ ആ ഒരു ദിവസം കഴിഞ്ഞ് ഉറങ്ങുന്ന സമയത്താണ് ഇവർ ആ ഒരു ട്രിഗർ ചെയ്ത് നേരെ ആ ഒരു ബോഡി സ്റ്റിച്ചിങ് എല്ലാം നടക്കാറുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഉണർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ബോഡി സ്റ്റിച്ചിങ് നടന്ന് ഇപ്പൊ ടാക്കി അവന്റെ ബോഡിയിൽ നിന്നും കണ്ണു ഓർന്ന് നിൽക്കുന്നു. അത് മാത്രമല്ല അവന്റെ കണ്ണിൽ നിന്നും കണ്ണീരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാ കരയുന്നതെന്ന് അവൻ അറിയുന്നില്ല. എന്ത് ഈ കണ്ണീര് വരുന്നത്, ഞാൻ എന്തിനാ ഈ കരയുന്നതെന്നൊന്നും പറഞ്ഞ് ടാക്കിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അതിനുശേഷം ടാക്കി നമ്മുടെ ആ ഒരു അവന്റെ ഫോൺ എടുത്തിട്ട് മിച്ചുയുടെ മെസ്സേജ് എന്താണെന്ന് പറഞ്ഞ് നോക്കുന്നു. അപ്പൊ അതിൽ നമ്മുടെ മിച്ചു ആവട്ടെ ഇന്ന് നിനക്കും പിന്നെ നമ്മുടെ ആ ഒരു ഒക്കഡോർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്കും ഡേറ്റ് ആണെന്ന് പറഞ്ഞ് പറയുന്നു. മിച്ചു നീ എന്തായിട്ട് ചെയ്ത് വെച്ചെന്നൊക്കെ പറഞ്ഞ് ആൾറെഡി ലേറ്റ് ആയി എന്ന് പറഞ്ഞ് പുള്ളി വേഗം തന്നെ റെഡിയായി അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അറ്റ് സെയിം ടൈം നമ്മുടെ മിച്ചുയും അവളുടെ ബോഡിയിലേക്ക് തിരിച്ചു വരികയാണ്. അവളുടെ കണ്ണിൽ നിന്നും കണ്ണീര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവൾക്കും അറിയുന്നില്ല അവൾ എന്തിനാണ് കരയുന്നതെന്ന്. ഇവനും അവിടേക്ക് ചെല്ലുന്നു. അവൾ ഇവനെ നോക്കി ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇത്രയും നാളും ഇവളോട് സംസാരിച്ച് ഈ ഒരു ഡേറ്റിംഗ് വരെ കൊണ്ട് എത്തിച്ചത് നമ്മുടെ മിച്ചുയാണ്. ഇവ പെട്ടെന്ന് ഡേറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞ് ഇവനോട് പറഞ്ഞ സമയത്ത് ചെങ്ങായി ഇങ്ങ് ടെൻഷനായി. പുള്ളിക്ക് ഇപ്പൊ എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ ഒന്നും ഐഡിയ ഇല്ല. അങ്ങനെ അവസാനം ആ ഒരു ഡേറ്റിംഗ് വശലായിട്ട് പോകാൻ നേരത്ത് നമ്മുടെ ആ ഒരു ഒക്കഡോറ എന്ന് പറയുന്ന പെൺകുട്ടി ആവട്ടെ ബാക്കി ഞാൻ പറയുന്നതുകൊണ്ടൊന്നും നീ വിചാരിക്കരുത്, നിനക്ക് മേ ബി എന്നോടൊരു ക്രഷ് ഉണ്ടാവും, പക്ഷേ നിന്റെ മനസ്സിൽ വേറെ ഏതൊരു പെൺകുട്ടിയുണ്ട്, ശരിയല്ല ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുന്നു. അപ്പൊ അവനാവട്ടെ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ എതിർക്കുന്നു. എന്തായാലും ശരി ഇന്ന് നിന്റെ സംസാരമൊക്കെ കുറച്ച് വ്യത്യാസമായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒക്കഡോറ അവിടെ നിന്ന് ബൈ പറഞ്ഞു പോകുന്നു. അതിനുശേഷം നമ്മുടെ ടാക്കി ആവട്ടെ ഒറ്റയ്ക്ക് ഒരു ബ്രിഡ്ജിന്റെ അവിടെ നിന്നിട്ട് ഈ പറയുന്ന മിത്സുവ അയച്ച ലാസ്റ്റ് മെസ്സേജ് എന്താണെന്നൊക്കെ പറഞ്ഞ് നോക്കുന്നു. അതിൽ നമ്മുടെ മിത്സുവ ആവട്ടെ ഇന്ന് നിന്റെ ഡേറ്റ് കഴിഞ്ഞ് നീ രാത്രി ആകാശത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ച് ആ ഒരു കോമറ്റ് പോകുന്നത് കാണാന്നൊക്കെ പറഞ്ഞ് അവൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ടാക്കിയെ മനസ്സിലാവുന്നില്ല ഇവൾ ഏത് കോമന്റിന്റെ കാര്യമാണ് ഈ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് അവൻ ചിന്തിക്കുന്നു. ശേഷം അതിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ മിത്സുവയുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഫോൺ നമ്പറിലേക്ക് നമ്മുടെ ആ ഒരു ടാക്കിയും വിളിച്ച് നോക്കുന്നു. അങ്ങനെ നമ്മുടെ മിത്സുവയ്ക്കും കോൾ വരികയാണ്. അവൾ ആ ഒരു കോൾ എടുക്കുന്നുണ്ട്. പക്ഷെ അത് ടാക്കി ആയിരുന്നില്ല, പകരം ഇവളുടെ കൂട്ടുകാരാണ് ഫെസ്റ്റിവലിന് വാന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവളും ഡ്രസ്സെല്ലാം മാറി റെഡി ആയിട്ട് വെളി വന്ന് നിൽക്കുന്ന സമയത്താണ് അവരങ്ങ് ഷോക്കായി പോകുന്നത്. എന്താണെന്നാൽ നമ്മുടെ മിത്സുവ അവളുടെ ആ ഒരു മുടി കട്ട് ചെയ്തു. അങ്ങനെ അവരും ആ ഒരു മൗണ്ടന്റെ മുകളിലോട്ട് ആ ഒരു കോമറ്റ് വീഴുന്നത് കാണാൻ വേണ്ടി പോവുകയാണ്. അവളും ആ ഒരു മലയുടെ മുകളിൽ ചെന്നിട്ട് ആ ഒരു കോമറ്റ് വീഴുന്നത് കാണുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷോട്ട് ആയിരുന്നു അത്. പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മക്കോട്ടോ ഷെങ്കി അങ്ങയുടെ ഓരോ ഫ്രെയിംസ് ഒക്കെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മുടെ മിത്സുവയും ആ ഒരു മെല്ലെ പോകുന്ന ഒരു കോമറ്റ് ഇങ്ങനെ നോക്കി നിൽക്കെ തന്നെ ആ ഒരു കോമറ്റ് സ്പ്ലിറ്റ് ചെയ്യുന്നു. അതായത് ആ ഒരു കോമറ്റ് വീഴുന്നതിൽ നിന്നും ഒരു ഭാഗം മാത്രം വേറെ സെപ്പറേറ്റ് ആയിട്ട് വീഴുകയും അത് നമ്മുടെ മിത്സുവ ആവട്ടെ കണ്ണെമ്മിക്കാതെ നോക്കി നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. അവിടെ കിട്ടിയ അടുത്ത ഷോട്ടിൽ നമ്മുടെ ആ ഒരു ടാക്കി കാണിക്കുകയാണ്. അവൻ വിളിച്ചു നോക്കുന്ന സമയത്ത് അവരുടെ ഫോണിലേക്ക് കോള് പോകുന്നില്ല. എന്ത് ഈ കോള് പോകാത്തെന്നൊക്കെ പറഞ്ഞ് ശരി കുഴപ്പമില്ല അടുത്ത പ്രാവശ്യം ബോഡി സ്വിച്ച് ചെയ്യുമ്പോൾ സംസാരിക്കാന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോവുകയാണ്. എന്നാൽ അതിനുശേഷം ഇവർ തമ്മിൽ ഒരു പ്രാവശ്യം പോലും ബോഡി സ്വിച്ചിങ് നടന്നിട്ടില്ല. അവനും ഇങ്ങനെ എപ്പോഴാണ് ബോഡി സ്വിച്ചിങ് നടക്കാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. ബട്ട് അത് നടക്കുന്നേ ഇല്ല. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവരെയും കൊണ്ട് മിത്സുവയെ കാണാതിരിക്കാൻ പോലും സാധിക്കുന്നില്ല. അവൻ ഭയങ്കര ബുദ്ധിമുട്ടുന്നു. അവനും ഭയങ്കര സങ്കടം വരികയാണ്. അതിനെ തുടർന്ന് നമ്മുടെ ടാക്കി ആവട്ടെ ആ ഒരു മിത്സുവയെ കാണാൻ വേണ്ടി ആ ഒരു ഗ്രാമത്തിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. എന്നാൽ അവനെ സംബന്ധിച്ച് അവൻ ആ ഒരു ഗ്രാമത്തിലെ പേര് അറിയത്തില്ല, അതിന്റെ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് എവിടെയാണ് ഒന്നും തന്നെ അവൻ അറിയുന്നില്ല. എല്ലാം തന്നെ മിത്സുവയെ പറ്റിയുള്ള കുറച്ച് ഓർമ്മകളും അത് മാത്രമല്ല പിന്നെ അവിടെ കണ്ട കുറെ വിഷ്വൽസ് ഒക്കെയാണ്. അപ്പൊ നമ്മുടെ ടാക്കിക്ക് നല്ലപോലെ വരയ്ക്കാൻ അറിയാം. അപ്പൊ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കണ്ട കാര്യങ്ങളെല്ലാം തന്നെ അവൻ വരച്ചെടുക്കുന്നു. എന്നിട്ട് അവന്റെ കൂട്ടുകാരെയും കൂട്ടിയിട്ട് അതായത് സുക്കാസിയും ഒക്കട്ടോയും ഇവർ രണ്ടുപേരും കൂട്ടിക്കൊണ്ട് അവൻ ആ ഒരു ഗ്രാമം തേടാൻ വേണ്ടി പോവുകയാണ്. ടാക്കിയും എവിടെയാണെന്ന് പോലും അറിയാതെ ഓരോരുത്തരായിട്ട് അവൻ വരച്ച ഒരു പിക്ചർ കാണിച്ചു കൊടുത്തിട്ട് ഈ ഒരു സ്ഥലം അറിയുമെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചറിയുന്നു. എന്നാൽ ഇവൻ ചോദിക്കുന്ന ആർക്കും തന്നെ ആ ഒരു സ്ഥലം ഏതാണെന്ന് പോലും അറിയുന്നില്ല. അങ്ങനെ അവൻ എല്ലാവരോടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ അവന് തന്നെ ഇതെന്തായാലും നടപടിയാണ് കേസല്ല എന്ന് പറഞ്ഞ് തിരിച്ചറിയുന്നു. ഇനി പോകാന്നൊക്കെ പറഞ്ഞ ഒരു റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവൻ വരച്ച ഒരു ഡ്രോയിങ് കണ്ടിട്ട് ഈ നല്ലപോലെ വരച്ചിട്ടുണ്ടല്ലോ കറക്റ്റ് ആയിട്ട് വരച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ ആ ഒരു ഓണർ പറയുന്നു. ആ ശരിയാണല്ലോ സ്ഥലം കറക്റ്റ് ആയിട്ട് വരച്ചിട്ടുണ്ടെന്ന് മറ്റേ ആളും പറയുകയാണ്. എന്നാൽ രണ്ടുപേർക്ക് ഈ ഒരു സ്ഥലം എവിടെയാണെന്നൊക്കെ അറിയുമെന്ന് പറഞ്ഞ് ഇവൻ ചോദിക്കുന്നു. ഈട്ടമോറി അല്ലേ എന്ന് പറഞ്ഞ് അവർ ചോദിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ടാക്കിക്കും ഇന്ന പോലെ ആ ഒരു സ്ഥലത്തിന്റെ പേര് ഈട്ടമോറിയാണെന്ന് അവൻ ഓർമ്മ വരുന്നത്. എന്നിട്ട് അവരോട് ഈ ഒരു ഈട്ടമോറിയിലോട്ട് എങ്ങനെയാ പോകേണ്ടതെന്നൊക്കെ പറഞ്ഞ് ടാക്കി ചോദിക്കുന്നു. അപ്പൊ അവരാവട്ടെ ഷോക്കായിട്ട് നിനക്ക് കാര്യമൊന്നും അറിയില്ല മോനെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നു. നമ്മുടെ ടാക്കി ആവട്ടെ ആ ഒരു ഈട്ടമോറി എന്ന് പറയുന്ന ആ
ഒരു സ്ഥലത്തിലേക്ക് വന്ന് നോക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു സ്ഥലം തന്നെ ഇപ്പൊ നിലവിലില്ല, അതെല്ലാം തന്നെ ഇല്ലാതായിരിക്കുകയാണ്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നത് നമ്മുടെ ടാക്കി ചോദിക്കുന്ന സമയത്താണ് 3 വർഷം മുമ്പ് ഒരു കോമറ്റ് വീണ് ഈറ്റമോറി മുഴുവനായിട്ടും തന്നെ ഇല്ലാതായി. ഏകദേശം 500-ൽ പരം ആൾക്കാരും അവിടെ മരിച്ചുപോയി. അതെങ്ങനെ ശരിയാവും? അത് അങ്ങനെ സംഭവിക്കില്ല. ഈ മിറ്റ്സു എനിക്ക് അയച്ച മെസ്സേജ് ഒക്കെ എൻ്റെ ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞ് അവൻ മൊബൈൽ എടുത്ത് നോക്കുന്നു. എന്നാൽ അതിലാവട്ടെ നമ്മുടെ മിറ്റ്സു അയച്ച ഓരോ മെസ്സേജും ഇങ്ങനെ മെല്ലെ മെല്ലെ മാഞ്ഞു പോകുന്നു. അതിനുശേഷം ഈറ്റമോറി ഇല്ലാതായതിനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടുത്തെ ലൈബ്രറിയിൽ നിന്നും കൂടാതെ ഇന്റർനെറ്റ് എല്ലാം റെഫർ ചെയ്തിട്ട് ഇവർ കണ്ടെത്തുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 വർഷം മുമ്പ് അവിടെ ഒരു ഓട്ടം ഫെസ്റ്റിവൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഈറ്റമോറിലുള്ള എല്ലാ ജനങ്ങളും ഒന്നിച്ചുകൂടി നിൽക്കുകയായിരുന്നു. അപ്പൊ അവിടേക്കാണ് ആ ഒരു കോമറ്റിൽ ഒരു ചെറിയ പീസ് വന്ന് വീണ ആ ഒരു ജനങ്ങൾ ഉൾപ്പെടെ എല്ലാവരും തന്നെ ഇല്ലാതായിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മുടെ ടാക്കി ആവട്ടെ മരിച്ച ആളുകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് അതിനകത്ത് നമ്മുടെ മിറ്റ്സുവയുടെ പേരും അവൻ കാണുന്നു. ടാക്കി, നീ ഉദ്ദേശിച്ച പെൺകുട്ടി ഇവളല്ലല്ലോ, ഇവള് മരിച്ചിട്ട് 3 വർഷമായി. അല്ല മിറ്റ്സുവ, ഇവള് തന്നെയാണ് എന്നോട് സംസാരിച്ചത്. എന്നോടുള്ള ഡേറ്റിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് ആ ഒരു കോമറ്റ് വീഴുന്നത് കാണാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അവനിങ്ങനെ ചിന്തിക്കുന്ന സമയത്താണ് എല്ലാ കാര്യങ്ങളും അവന് മനസ്സിലാവുന്നത്. അവന് മനസ്സിലായി, ഓക്കെ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകും? ഇല്ല, ശരി ഞാൻ പറഞ്ഞുതരാം. ടാക്കിയുടെയും മിറ്റ്സുവയുടെ ഇടയിൽ എന്തോ ഒരു കാരണം കൊണ്ട് ഈ പറയുന്ന ബോഡി സ്വിച്ചിങ് നടക്കുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് അവർ പ്ലേസ് മാത്രമല്ല ചേഞ്ച് ആവുന്നത്, പകരം ടൈം ലൈനും ചേർന്നാണ് സ്വിച്ച് ആയിരിക്കുന്നത്. ചുരുക്കത്തിൽ നമ്മുടെ മിറ്റ്സുവയും ടാക്കിയുടെ ഇടയിൽ 3 വർഷത്തെ ആ ഒരു ടൈം ഗ്യാപ്പ് ആണുള്ളത്. മിറ്റ്സുവ ആവട്ടെ 3 വർഷം പാസ്റ്റിൽ ഈ പറയുന്ന ഇറ്റമോറി എന്ന് പറയുന്ന വില്ലേജിൽ താമസിക്കുന്ന സമയത്ത് ടാക്കി ആവട്ടെ 3 വർഷം ഫ്യൂച്ചറിൽ ഈ പറയുന്ന ടോക്കിയോയിലാണ് ജീവിക്കുന്നത്. സോ ടാക്കി മിറ്റ്സുവയുടെ ബോഡിലോട്ട് പോകുന്ന സമയത്ത് പാസ്റ്റിലേക്ക് പോവുകയും അതേസമയം മിറ്റ്സുഹ ടാക്കിയുടെ ബോഡിലേക്ക് സ്വിച്ച് ആവുന്ന സമയത്ത് ഫ്യൂച്ചറിലേക്കാണ് പോകുന്നത്. സോ ഇങ്ങനെയാണ് ഇവരുടെ ബോഡി സ്വിച്ചിങ് നടന്നിട്ടുണ്ടായിരുന്നത്. അത് ഇവർക്ക് അറിയുന്നില്ലായിരുന്നു എന്ന് മാത്രം. ഈ ഒരു വലിയ ടൈം ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ആ ഒരു ടാക്കി അവളെ ഫോൺ ചെയ്ത സമയത്ത് പോലും ആ ഒരു ഫോൺ നോട്ട് റീച്ചബിൾ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം അങ്ങനെ ഒരു മൊബൈൽ നമ്പറോ അങ്ങനെ ഒരാളോ നിലവിലില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർക്കുന്നുണ്ട് ലാസ്റ്റ് ടൈം ആ ഒരു ബോഡി സ്വിച്ചിങ് നടക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരുടെ കണ്ണിൽ നിന്നും അറിയാണ്ട് കണ്ണീര് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇതിലൂടെ പറയാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവരുടെ അവസാനത്തെ ബോഡി സ്വിച്ചിങ് ആണ് ഈ ഒരു കഴിഞ്ഞത് എന്നാണ് അർത്ഥമാക്കിയത്. ആൻഡ് അതേ ദിവസം തന്നെയാണ്, അതായത് ടാക്കി ഡേറ്റിങ്ങിന് പോയ അതേ ദിവസം തന്നെയാണ് നമ്മുടെ മിറ്റ്സുവ ആ ഒരു കോമറ്റ് കാണുന്ന വഴി ഇതിലൊരു ചെറിയ പീസ് താഴോട്ട് വീണ് അവൾ മരിക്കുന്നത്. സോ നമ്മുടെ മിറ്റ്സുവയുടെ ടൈം ലൈനിൽ അവൾ അവിടെ വെച്ച് തന്നെ മരിച്ചു പോവുകയാണ്. അതുകൊണ്ടാണ് ടാക്കിയും മിറ്റ്സുവയും തമ്മിൽ ബോഡി സ്വിച്ചിങ് നടക്കാതെ പോയത്. എന്നാൽ ഇതെല്ലാം തന്നെ നമ്മുടെ ടാക്കിയും കൊണ്ട് സ്വയം ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അപ്പൊ അവനോട് തന്നെ പറയുകയാണ് ഇതെല്ലാം ഒരു സ്വപ്നമായിരുന്നു. ഞാൻ പണ്ട് 3 വർഷം മുമ്പ് ഈ ഒരു ഈറ്റമോറി ഇല്ലാതായ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ തുടർന്നുണ്ടായ ഒരു സ്വപ്നം മാത്രമാണ് ഇതെന്നൊക്കെ പറഞ്ഞ് അവൻ സ്വയം വിശ്വസിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇങ്ങനെ ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ അവളുടെ പേര് പോലും അവൻ മറന്നു പോവുകയാണ്. എന്തായിരുന്നു അവളുടെ പേര് എന്നൊക്കെ പറഞ്ഞ് അവൻ എത്ര ആലോചിച്ചിട്ടും അവന് കിട്ടുന്നില്ല. ആ സമയമാണ് അവിടേക്ക് നമ്മുടെ ഒക്കഡോറ വരുന്നത്. അപ്പൊ അവളോട് നമ്മുടെ ടാക്കി പറയാണ് നിങ്ങളെ വെറുതെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഐ എം വെരി സോറി എന്നൊക്കെ അവളോട് പറയുന്നു. അത് സാരമില്ലടാ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഒക്കഡോറ പറഞ്ഞിട്ട് ഒരു ബുക്ക് എടുത്ത് അവർ തുറന്നു നോക്കുന്നു. ആ ഒരു ബുക്കിനകത്തായിട്ട് ബ്രെയ്ഡ് കോഴ്സിനെ പറ്റി, അതായത് ഇവർ ത്രെഡ് ചെയ്യുന്നുണ്ടല്ലോ, ഒരു ത്രെഡിങ്ങിനെ പറ്റിയുള്ള കുറെ ആർട്ടിക്കിളൊക്കെ കാണുന്നുണ്ട്. ഈ ടാക്കി ഇതുപോലൊരു സാധനമല്ലേ നിന്റെ കയ്യിലും കിടക്കുന്നതെന്ന് പറഞ്ഞ് അവനോട് പറയുന്നു. ആ അതെ, പക്ഷേ ഇത് ആരെ തന്നെന്ന് എനിക്ക് ഓർമ്മയില്ല, ഇത് കുറെ നാളെ എന്റെ കിട്ടിയിട്ട്, ഇത് എന്റെ ഒരു ലക്കി ചാം പോലെയാണെന്നൊക്കെ പറഞ്ഞ് ടാക്കി പറയുന്നു. ഒരു കയ്യിൽ കിടക്കുന്ന ഒരു ബാൻഡിലുള്ള ആ ഒരു ത്രെഡിങ്ങിന്റെ കാര്യം ചിന്തിക്കുന്ന സമയത്താണ് നമ്മുടെ മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൻ ഓർമ്മ വരുന്നത്. അത് മുത്തശ്ശി പറഞ്ഞ രീതിയിലുള്ള ഓർമ്മയല്ല, പകരം ആരോ ഇതിനോട് പറഞ്ഞു എന്ന രീതിയിൽ ഒരു ചെറിയൊരു ഓർമ്മ മാത്രം അവന് കിട്ടുന്നത്. അതായത് ആ ഒരു മുസൂബി ഉണ്ടല്ലോ, ആ ഒരു യൂണിയൻ എങ്ങനെയാണ് ഒരു സ്ട്രിങ് ആ ഒരു ത്രെഡിങ് ചെയ്യുന്ന സമയത്ത് ഒന്നിനു മേലെ ഒന്നായിട്ട് ട്വിസ്റ്റ് ചെയ്ത് കിടക്കുന്നത്, അതേപോലെ തന്നെയാണ് ടൈമും. അതായത് നമ്മുടെ ഈ സമയം എന്ന് പറയുന്നത് ഒന്നിനു മേലെ ഒന്നായിട്ട് ട്വിസ്റ്റ് ചെയ്ത് തുന്നപ്പെട്ട് കിടക്കുകയാണെന്ന് പറയുന്ന വസ്തുത അവൻ തിരിച്ചറിയും. അങ്ങനെ അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവൻ ആ ഒരു മിയാമിസു ഷ്രൈൻ ഓർമ്മ വരുന്നത്. ആ ഒരു പഴയ അമ്പലം ഉണ്ടല്ലോ, അത് അവന് ഓർമ്മ വരികയാണ്. ഇങ്ങനെയോ അവന്റെ കയ്യിലുള്ള ആ ഒരു മാപ്പെല്ലാം വെച്ചിട്ട് അവൻ ആ ഒരു സ്ഥലവും കണ്ടുപിടിച്ച് അങ്ങോട്ട് ചെല്ലുകയാണ്. അങ്ങനെ ആ ഒരു മഴയത്ത് നമ്മുടെ ടാക്കി പോകുന്ന ഒരു സീക്വൻസ് എല്ലാം ഭയങ്കര രസമാണ്. പ്രത്യേകിച്ച് നമ്മുടെ മക്കോട്ടോ ഷിൻകയുടെ ഫിലിമുകളിലുള്ള ആ ഒരു റെയിൻ സീക്വൻസ് എല്ലാം ഗംഭീരമായിരിക്കും. അത് ഇതിന് ശേഷം ഇറങ്ങിയ വെതരം വിറ്റു എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടവർക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ ടാക്കിയും അവസാനം ആ ഒരു അമ്പലത്തിലും എത്തുകയാണ്. അത് കാണുന്ന സമയത്താണ് ഇതൊന്നും തന്നെ സ്വപ്നമല്ലെന്നും ഇതെല്ലാം സത്യമാണെന്ന് അവൻ തിരിച്ചറിയുന്നത്. കാരണം ടാക്കി ഇതുവരെ ഈ ഒരു സ്ഥലം നേരിട്ട് കണ്ടിട്ടില്ല. അവൻ പകരം ആ ഒരു ഓർമ്മ മാത്രമേ അവനുള്ളൂ. 3 വർഷം മുമ്പ് ന്യൂസ് കണ്ടിട്ടാണ് ഇവന് ഇതെല്ലാം ചിന്തിച്ചു കൂട്ടിയതെങ്കിൽ ഈ ഒരു സംഭവത്തിനെ പറ്റി അവൻ അറിയാൻ ഒരു സാധ്യതയില്ല. കാരണം ഈ ഒരു സ്ഥലം ഇതിനു മുമ്പ് അവൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. അതിനുശേഷം നമ്മുടെ ടാക്കിയും ആ ഒരു അമ്പലത്തിലേക്ക് കയറുന്നു. അവനും അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് 3 വർഷം മുമ്പ് നമ്മുടെ മിച്ചോയുടെ ബോർഡിലിരിക്കുന്ന സമയത്ത് നമ്മുടെ ടാക്കി കൊണ്ടുവച്ച ആ ഒരു ചിക്കാമിസാക്കിയില്ല, അത് അവിടെ ഇരിപ്പുണ്ട്. സോ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ 3 വർഷം മുമ്പാണ് ഈ ഒരു ബോർഡ് സ്റ്റിച്ചിങ് നടന്നിട്ടുള്ളത് എന്ന് പറയുന്ന വസ്തുത അവൻ ഇവിടെ വെച്ച് ഉറപ്പിക്കും. മിച്ചോയുടെ മുത്തശ്ശി പറഞ്ഞ സത്യമാണെങ്കിൽ ഈ ഒരു ചിക്കാമിസാക്കി എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു മിച്ചോയുടെ ഒരു പാതി സോളാണ്. എനിക്ക് അവസാനമായിട്ട് ഒരു ചാൻസെങ്കിലും നൽകാമോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടാക്കി ആ ഒരു കുച്ചിക്കാമിസാക്കി എടുത്ത് കുടിക്കുന്നു. അത് കുടിച്ച സമയത്തും പ്രത്യേകിച്ച് ഒന്നും തന്നെ നടക്കുന്നില്ല. അപ്പൊ ശരിയെന്ന് പറഞ്ഞ അവൻ എഴുന്നേക്കുന്ന സമയത്ത് അവന്റെ കാല് സ്ലിപ്പായി അങ്ങനെ അവൻ താഴോട്ട് വീഴുകയാണ്. അങ്ങനെ വീഴുന്ന സമയത്ത് കയ്യിലുണ്ടായിരുന്ന ഫ്ലാഷ് ലൈറ്റ് ആ ഒരു മോളിൽ തട്ടി ആ ഒരു മോളിലാവട്ടെ ആ ഒരു കോമറ്റ് വീഴുന്ന വിഷ്വൽസ് തൊട്ട് നമ്മുടെ മിറ്റ്സുഹയുടെ മുഴുവൻ ജീവിതവും അവന്റെ കൺമുമ്പിൽ കാണുകയാണ്. നമ്മുടെ മിറ്റ്സുഹ ജനിക്കുന്നതും അവൾക്ക് പേരിടുന്നതും അവളുടെ അച്ഛനും അമ്മയും അവളോട് എത്രമാത്രം സ്നേഹം ഉണ്ടെന്നും അവൾക്ക് അനീതി ജനിക്കുന്നതും അതിനുശേഷം അവളുടെ അമ്മ മരിച്ചു പോകുന്നതും ഭാര്യ രക്ഷിക്കാൻ സാധിച്ചല്ലോ എന്ന് പറയുന്ന ഒരു വിരക്തിയിൽ നമ്മുടെ ആ ഒരു അച്ഛനാവട്ടെ ആ ഒരു മിയാമിസു ഷ്രൈനിൽ നിന്നും വിട്ടുപോകുന്നതും മുത്തശ്ശി മക്കൾ രണ്ടുപേരും വളർത്താൻ വേണ്ടി തുടങ്ങുന്നതും അതിനുശേഷം സ്കൂളിൽ പോകുന്ന സമയത്ത് ടാക്കിയുടെ ബോർഡിലേക്ക് സ്വിച്ച് ആവുന്നതും ഇവർ രണ്ടുപേരും തമ്മിൽ ചെയ്യുന്ന കാര്യങ്ങളും എന്നിട്ട് അവസാനം ആ ഒരു കോമറ്റ് വീഴുന്ന ഒരു ദിവസം കാണിക്കുന്നു. അപ്പോഴൊക്കെ നമ്മുടെ ടാക്കി പറയുന്നുണ്ട് മിറ്റ്സുഹ നീ പോകരുത് അവിടെ നിൽക്കുന്നൊക്കെ പറഞ്ഞ് പറയുന്നു. ബട്ട് ഒന്നും തന്നെ അവൾക്ക് കേൾക്കത്തില്ല. ബിക്കോസ് അതെല്ലാം തന്നെ
തന്നെ വൺസ് നടന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ആ ഒരു കോമറ്റ് വീഴുന്നതും ഇറ്റോമോറി എന്ന് പറയുന്ന ഒരു വില്ലേജ് മൊത്തം ഇല്ലാതാവുന്നതും നമ്മുടെ മിത്സുഹ മരിക്കുന്നതും എല്ലാം തന്നെ നമ്മുടെ ടാക്കിയുടെ കൺമുമ്പിൽ കാണുകയാണ്. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ആയിട്ട് പെട്ടെന്ന് നമ്മുടെ ടാക്കിയും കണ്ണു തുറന്നു നോക്കുന്ന സമയത്ത് അവൻ വീണ്ടും നമ്മുടെ ആ ഒരു മിത്സുഹയുടെ ബോഡിയിലേക്ക് വന്നിരിക്കുകയാണ്. ആക്ച്വലി ആ ഒരു നമ്മുടെ മിത്സുഹ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കുച്ചിക്കാമിസാക്കി നമ്മുടെ ടാക്കി കുടിച്ചത് മൂലം അവസാനം ഒരു പ്രാവശ്യം കൂടെ അവൻ ആ ഒരു മിത്സുഹയുടെ ബോഡിയിലേക്ക് സ്വിച്ച് ആവുകയാണ്. ഇത് ഏതാണ് ദിവസം എന്നാൽ ഇവൾ മരിക്കാൻ പോകുന്ന, അതായത് ആ ഒരു കോമറ്റ് വീഴാൻ പോകുന്ന അതേ ദിവസമാണ്. സോ ഇവിടെ നമ്മുടെ ടാക്കിക്ക് മിത്സുഹയെ ഒന്നും കൂടി രക്ഷിക്കാനുള്ള ഒരു ചാൻസും കൂടെ കിട്ടിയിരിക്കുകയാണ്. ഇവളും ആ ഒരു ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് അവളുടെ മുത്തശ്ശി വരുന്നത്. മിത്സുഹ, നീ ശരിക്കും മിത്സുഹ തന്നെയാണോ എന്ന് പറഞ്ഞ് അവളോട് ചോദിക്കുകയാണ്. ഇതേ നമ്മുടെ ടാക്കി ആവട്ടെ ഒന്ന് ഷോക്ക് ആവുന്നു. എന്നിട്ട് മുത്തശ്ശിയോട്, മുത്തശ്ശി ഇതിനെപ്പറ്റി മുത്തശ്ശിക്ക് എങ്ങനെ അറിയുന്നതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നു. കാരണം ഇതേപോലെ ഒരു കാര്യം എനിക്കും ചെറുപ്പത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ആരുടെയോ ലൈഫ് ജീവിക്കുന്ന പോലെ എനിക്കൊരു സ്വപ്നം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കാലപ്പോക്കിൽ ആ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ മറന്നുപോയി. നിന്റെ ഈ ഒരു വ്യത്യസ്തമായ ഒരു പെരുമാറ്റം കാണുന്ന സമയത്താണ് എനിക്കതൊക്കെ കുറച്ച് ഓർമ്മ വരുന്നതെന്നൊക്കെ പറഞ്ഞ് ആ ഒരു മുത്തശ്ശി പറയുന്നു. ഇത് എനിക്ക് മാത്രമല്ല, നിന്റെ അമ്മയ്ക്കും ഇതേപോലെ ഉണ്ടായിരുന്നു. അവളും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അത് മറന്നുപോയി. അപ്പോഴാണ് മിത്സുഹയുടെ ബോർഡിലൂടെ നമ്മുടെ ടാക്കി തിരിച്ചറിഞ്ഞത് ഇത് മിയാമിസു ഫാമിലി ലൈനിൽ വരുന്ന ഒരു തരത്തിലുള്ള പ്രശ്നമാണെന്ന് അവൻ തിരിച്ചറിയുന്നു. ഒരുപക്ഷെ ഈ ഒരു കോമറ്റ് വീണിട്ട് ഈ ഒരു ഇടമുறை തന്നെ ഇല്ലാതാവുന്നത് തടയാൻ വേണ്ടിയായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നമ്മുടെ ടാക്കി തിരിച്ചറിയുന്നു. സോ മിത്സുഹയുടെ അമ്മയ്ക്കും മുത്തശ്ശിക്കും ഇതേപോലെ തന്നെ ചെറുപ്പത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അവർക്ക് അത് സത്യമാണ് എന്ന് പറയുന്ന വസ്തുത തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നു. അവരതെല്ലാം തന്നെ ഒരു തരത്തിലുള്ള സ്വപ്നങ്ങളാണെന്നാണ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് കാലപ്പോക്കിൽ ഇതിനെപ്പറ്റിയുള്ള ഓർമ്മകളെല്ലാം അവർക്ക് മെല്ലെ മെല്ലെ മാഞ്ഞു പോകുന്നു. മേ ബി അന്നത്തെ ആ ഒരു ഇൻസിഡൻസ് എല്ലാം നടന്നിട്ടുണ്ടായിരുന്നത് ഒരു പക്ഷേ ഇതുപോലെ വല്ല ഡിസാസ്റ്റേഴ്സിനെ തടയാൻ വേണ്ടി ആയിരിക്കാം. ഈറ്റമോറി എന്ന് പറയുന്ന ഒരു വില്ലേജും ആ ഒരു ലേക്കെല്ലാം ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നതിന് 1200 വർഷങ്ങൾക്ക് മുമ്പ് വീണ ഒരു കോമറ്റ് ആണ്. അത് മാത്രമല്ല 200 വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ ഒരു മിയാമിസു ഷ്രൈൻ തന്നെ തീ പിടിച്ചില്ലാതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതുപോലെയുള്ള സിനിമയിൽ പരാമർശിക്കാതെ പോകുന്ന കുറെ ഡിസാസ്റ്റേഴ്സിനെ എല്ലാം തന്നെ തടയാനുള്ള ഒരു പവർ ആയിരിക്കാം ഈ ഒരു മിയാമിസു ഫാമിലി ലൈനിൽ ഈ ഒരു തരത്തിലുള്ള എബിലിറ്റി കൊടുക്കാനുള്ള കാരണം വന്നിട്ടുണ്ടാവുക. എന്നാൽ ഇതാണ് ഇവിടുത്തെ സത്യാവസ്ഥ എന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ അതെല്ലാം ഒരു സ്വപ്നമായിട്ടാണ് അവരെല്ലാം തന്നെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവസാനമാകുന്ന സമയത്ത് ഇപ്പോഴാണ് മിത്സുഹയുടെ ബോഡിയിലുള്ള ടാക്കിയാണ് ഈ ഒരു വസ്തുത തിരിച്ചറിയുന്നത്. അതായത് ഈറ്റോമോറി തന്നെ ഇല്ലാതാവാൻ പോവുകയാണെന്നും ആ ഒരു വില്ലേജിനെ തന്നെ രക്ഷപ്പെടുത്താൻ നമ്മുടെ ടാക്കിക്ക് ഇപ്പോൾ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റീസൺ കാരണമാണ് ഈ ഒരു ഹോൾ ബോഡി സ്റ്റിച്ചിങ് തന്നെ നടന്നിട്ടുണ്ടാവുക എന്ന് വേണമെങ്കിലും പറയാൻ സാധിക്കും. അതിനുശേഷം നമ്മുടെ മിത്സുഹ ആവട്ടെ സ്കൂളിൽ ചെന്നിട്ട് ഇവരുടെ ഫ്രണ്ട്സിനോട് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അവർക്കും ഇവൾ പറയുന്നത് വിശ്വസിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ മിത്സുഹയെ വിശ്വസിച്ച് അത് ചെയ്യാൻ വേണ്ടി അവളെ സഹായിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അതിനെ തുടർന്ന് ഇവരെല്ലാം തന്നെ ഒരു പ്ലാൻ ചെയ്യുകയാണ്. എന്താണെന്നാൽ ആ ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്താണല്ലോ എല്ലാവരും കൂട്ടം കൂടി നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടേക്ക് വീണതുകൊണ്ടാണല്ലോ ആ ഒരു ഹോൾ വില്ലേജ് തന്നെ ഇല്ലാതായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് വേറൊരു സ്ഥലത്ത് തീപിടുത്തം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഫോറസ്റ്റ് ഫയർ ആണെന്ന് പറഞ്ഞ് എല്ലാ ജനങ്ങളെയും ആ ഒരു ഫെസ്റ്റിവൽ നിന്നും ഇവാക്യുവേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഫോറസ്റ്റ് ഫയർ ഉണ്ടെന്ന് പറഞ്ഞ് കാരണം കാണിച്ചിട്ട് നമ്മുടെ മേയറുടെ സഹായം ഉണ്ടെങ്കിൽ ഇവരെല്ലാം തന്നെ മാറ്റാൻ സാധിക്കും. ആ ഒരു കോമറ്റ് വീഴുന്ന തന്നെ ആ ഒരു പെർട്ടിക്കുലർ ഏരിയ, അതായത് ആ ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ഇവരെല്ലാം തന്നെ ജനങ്ങളെ ഈ ഒരു സ്കൂളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. കാരണം ആ ഒരു കോമറ്റ് വീണ സമയത്ത് നമ്മുടെ സ്കൂളിന് ഒന്നും തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം മിത്സുഹയുടെ ബോർഡിലുള്ള നമ്മുടെ ടാക്കി ആവട്ടെ അവളുടെ അച്ഛനെ കാണാൻ വേണ്ടി പോവുകയാണ്, അവിടുത്തെ മേയറിനെ കാണാൻ വേണ്ടി. അച്ഛൻ ഇവിടെയുള്ള എല്ലാ ജനങ്ങളെയും രാത്രിക്കുള്ളിൽ തന്നെ ഇവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് മാറ്റിയിരിക്കണം. കാരണം ആ ഒരു കോമറ്റ് വീഴുമ്പോൾ ഇവിടെ വലിയൊരു ആപത്ത് നടക്കാൻ പോവുകയാണ്. എന്നാൽ ഇവിടെ പറയുന്ന ഒരു കാര്യം തന്നെ അദ്ദേഹം ഉൾക്കൊള്ളാൻ പോലും തയ്യാറാവുന്നില്ല. ഒന്നാമത് ഇവിടെ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇദ്ദേഹം ആവശ്യമില്ലാതെ എന്തെങ്കിലും കാണിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ അത് ഇദ്ദേഹത്തിന്റെ ഫ്യൂച്ചറിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ മിത്സുഹ പറയുന്നത് ഇദ്ദേഹം ഒട്ടും തന്നെ ഉൾക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മുടെ ടാക്കിക്കാവട്ടെ ഭയങ്കര ദേഷ്യം വന്നിട്ട് അദ്ദേഹത്തിന്റെ കഴുത്തിന് വന്നെ പിടിച്ചിട്ട് ഭയങ്കര അറഗന്റായിട്ട് സംസാരിച്ച് അവിടെ നിന്ന് പോകുന്നു. അതേസമയം ഇവിടെ ആവട്ടെ ഫെസ്റ്റിവലിന്റെ കാര്യം എല്ലാം നടക്കുന്നുണ്ട്. അവിടെ എല്ലാ ജനങ്ങളും ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്നു. ഇങ്ങനെ ഇവർ നടന്നു വരുന്ന സമയത്താണ് നമ്മുടെ ആ ഒരു മിത്സുഹയുടെ അനീത്തി വന്നിട്ട് ചേച്ചി ഇന്നലെ ടോക്കിയിൽ പോയില്ലേ എന്തായി എന്ന് പറഞ്ഞ് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന നമ്മുടെ ടാക്കി ആവട്ടെ ഒന്ന് ഷോക്ക് ആവുന്നു. ആക്ച്വലി നമ്മുടെ മിത്സുഹ ആവട്ടെ ടോക്കിയിലോട്ട് നമ്മുടെ ടാക്കി മീറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതും എന്ന് ടാക്കി ഇവള് ഈ ഒരു ഒക്കഡോറുടെ കൂടെ ഒരു ഡേറ്റിംഗ് എല്ലാം അറേഞ്ച് ചെയ്തില്ല. ആ ഒരു ദിവസമാണ് അവനെ മീറ്റ് ചെയ്യാൻ വേണ്ടി അവൾ ടോക്കിയിലോട്ട് പോകുന്നത്. ഇവൾക്കും എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. എങ്ങനെയൊക്കെ അവസാനം ട്രെയിനിൽ വെച്ച് നമ്മുടെ ടാക്കിയെ കണ്ടുപിടിക്കുന്നു. അവളും അവനോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവനാവട്ടെ ഇവൾ ആരാണെന്ന് പോലും അറിയുന്നില്ല. കാരണം ഇവള് പാസ്റ്റിലാണുള്ളത്. ഇവള് നേരെ പാസ്റ്റിലുള്ള ആ ഒരു ടാക്കിയോടാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇവിടുന്ന് 3 വർഷത്തിന് ശേഷമാണ് ആരാണ് മിത്സുഹ എന്ന് പറയുന്ന വസ്തുത പോലും അവൻ അറിയുന്നത്. അവളും അവിടുന്ന് സോറി എന്ന് പറഞ്ഞ് പോകുന്ന സമയത്താണ് നമ്മുടെ ടാക്കി ആവട്ടെ എന്താ നിന്റെ പേരെന്ന് പറഞ്ഞ് ചോദിക്കുന്നു. അവൾ നമ്മുടെ മിത്സുഹയും തിരിഞ്ഞിട്ട് എന്റെ പേര് മിത്സുഹ എന്ന് പറഞ്ഞ് അവളുടെ തലയിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ട്രിങ് ഉണ്ടല്ലോ അത് നേരെ ഇവന്റെ കയ്യിൽ കൊടുക്കുന്നു. ആ ഒരു സ്ട്രിങ് ആണ് അവന്റെ കയ്യിൽ ബാൻഡ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് അവന്റെ ലക്കി ചാം എന്ന് പറഞ്ഞത് മിത്സുഹ കൊടുത്ത ആ ഒരു ബാൻഡ് ആയിരുന്നു. ഇത് അറിയുന്ന നമ്മുടെ ടാക്കിയും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാരണം 3 വർഷം മുമ്പ് തന്നെ ഇവനെ തേടിയിട്ട് നമ്മുടെ മിത്സുഹ ആ ഒരു ടോക്കിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ വെച്ചിട്ടാണ് പുതിയൊരു ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ടാക്കി മിത്സുഹയും ആ ഒരു ട്രെയിനിൽ വെച്ച് മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് വരെയുള്ള ഇവന്റ്സ് വരെ നമ്മുടെ ടാക്കിയുടെ കയ്യിൽ ആ ഒരു സ്ട്രിങ് ഉണ്ടായിരുന്നില്ല. ബിക്കോസ് അവൻ ആരും അത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് നമ്മുടെ മിത്സുഹ ഈ പറയുന്ന പോലെ ആ ഒരു സ്ട്രിങ് നമ്മുടെ ആ ഒരു ടാക്കി കൊടുത്തത് 3 വർഷം മുമ്പായതുകൊണ്ട് തന്നെ ഇപ്പൊ ആ ഒരു സ്ട്രിങ് നമ്മുടെ ടാക്കി വാങ്ങുന്ന സമയത്ത് അവിടെ പുതിയൊരു ടൈം ലൈൻ ക്രിയേറ്റ് ആവുന്നു. ഈ ഒരു ഇൻസിഡന്റ് ആണ് ശരിക്കുള്ള മെയിൻ ഈവന്റ് എന്ന് പറയുന്നത്. അതായത് എങ്ങനെ നമ്മുടെ മിത്സുഹ ഈ പറയുന്ന പോലെ ടാക്കിയുടെ കയ്യിൽ ആ ഒരു സ്ട്രിങ് കൊടുക്കാതിരുന്നിരുന്നെങ്കിൽ അവൻ ഇപ്പോഴും ഇതെല്ലാം നടന്ന് വെറും ഒരു സ്വപ്നം മാത്രമാണ്, അല്ലാതെ ഇതൊരു സത്യമാണ് അവൻ തിരിച്ചറിയാൻ പോകുന്നില്ല. അവന്റെ കയ്യിൽ ആ ഒരു സ്ട്രിങ് അവൻ ബാൻഡ് ആയിട്ട് കെട്ടിയത് കൊണ്ട് മാത്രമാണ് അവർ അതിൽ നോക്കുന്ന സമയത്ത് ആ ഒരു മുസീബയുടെ
ക്യാരക്ടറും ശശി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നിട്ട് ആ ഒരു മിയാമിസു ഷ്രൈനിലേക്ക് അവൻ പോകാനുള്ള മെയിൻ കാരണമായിട്ട് തന്നെ മാറുന്നത്. സോ ഇതിനെയാണ് ട്രിഗർ ഈവന്റ് എന്ന് പറയാറുള്ളത്. സോ ഈ ഒരു ഈവന്റിനെ ഫോർഷാഡ് ചെയ്യുന്ന രീതിയിലാണ് സിനിമയുടെ സ്റ്റാർട്ടിംഗ് പോയിട്ട് തൊട്ട് ഒരുപാട് കാര്യങ്ങൾ ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യം ഈ ഒരു ഫിലിം 2-3 പ്രാവശ്യം കണ്ടവരെ സംബന്ധിച്ച് കണ്ടെത്താൻ സാധിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ താൻ എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് അറിയാതിരിക്കുന്ന സമയത്താണ് നമ്മുടെ ടാക്കിക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. എന്താണെന്നാൽ താനിപ്പോൾ മിച്ചുവയുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ മിച്ചുഹ എന്തായാലും ടാക്കിയുടെ ബോഡിയിലായിരിക്കും. ടാക്കി അവസാനം എവിടെയായിരുന്നു? ആ ഒരു മിയാമിസു ഷ്രൈനിലായിരുന്നു. ഇവിടെ ആ ഒരു മിയാമിസു ഷ്രൈനിൽ നമ്മുടെ ആ ഒരു ടാക്കിയുടെ ബോഡിയിലുള്ള മിച്ചുഹ എഴുന്നേൽക്കുകയാണ്. അതായത് നമ്മുടെ മിച്ചുഹയെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ടാക്കി ആ ഒരു കുച്ചിക്കാമിസാക്കി കഴിക്കുന്ന സമയത്ത് അവൻ അവിടെ താഴെ വീഴുന്നുണ്ട്. ആ ഒരു ഇൻസ്റ്റന്റിലാണ് ബോഡി സ്വിച്ചിങ് നടക്കുന്നതും നമ്മുടെ മിച്ചുഹയുടെ ബോഡിയിലേക്ക് ടാക്കി പോകുന്നതും ടാക്കിയുടെ ബോഡിയിലേക്ക് മിച്ചുഹ വരുന്നതും. അങ്ങനെ അവളും കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് അവൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അവൾ വീണ്ടും വെളിയിലോട്ട് വരുന്ന നോക്കുന്ന സമയത്താണ് ഫ്യൂച്ചറിലുള്ള ഇറ്റോമോറി എങ്ങനെയാണെന്ന് അവൾ തിരിച്ചറിയുന്നത്. അതായത് ആ ഒരു കോമ്പറ്റ് വീണതിനെ തുടർന്ന് ഇറ്റോമോറി എന്ന് പറയുന്ന ഒരു വില്ലേജ് തന്നെ ഇല്ല എന്ന് പറയുന്ന ഒരു വസ്തുത അവൾ തിരിച്ചറിയുന്നു. ഇത് കാണുന്ന അവളും ഭയങ്കരധികം സങ്കടപ്പെട്ട് കരയുന്നുണ്ട്. ഇതേ സമയമാണ് നമ്മുടെ മിച്ചുഹയുടെ ബോഡിയിലുള്ള ടാക്കി ആവട്ടെ ആ ഒരു ഷ്രൈനിലേക്ക് എത്തുന്നത്. മിച്ചുഹ, നീ എന്റെ ബോഡിയിൽ ഇവിടെ തന്നെ ഇല്ലെന്നൊക്കെ പറഞ്ഞ് അവൻ അലറുന്നുണ്ട്. ഈ ഒരു ശബ്ദം നമ്മുടെ ആ ഒരു ടാക്കിയുടെ ബോഡിയിലുള്ള മിച്ചുഹയ്ക്ക് കേൾക്കുകയും ടാക്കി എനിക്ക് ശബ്ദം കേൾക്കാം, നീ എവിടെയാണെന്ന് പറഞ്ഞ് ഇവളും ചോദിക്കുന്നു. ഇവിടെ നമ്മുടെ മിച്ചുഹയുടെ ബോഡിയിൽ ടാക്കി ഉള്ളത് പാസ്റ്റിലും അതേ സമയത്ത് ടാക്കിയുടെ ബോഡിയിൽ മിച്ചുഹയുള്ളത് ഫ്യൂച്ചറിലുമാണ്. ബട്ട് ഫോർ സം റീസൺ ഇവർ രണ്ടുപേരുടെ ശബ്ദം അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുന്നുണ്ട്. ഇവരും അറ്റ് സം പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു തരത്തിലുള്ള ഒരു ഫീലിംഗ് വരികയാണ്. ഇവരും ഇത് തിരിച്ചറിഞ്ഞ് തിരിഞ്ഞിട്ട് ഇന്നപോലെ കൈയാക്കിയിട്ട് അത് തൊടാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ആരും തന്നെ തൊടാൻ സാധിക്കുന്നില്ല. അവിടെ ആരും തന്നെ ഇല്ല. ഇങ്ങനെ ഇവർ രണ്ടുപേരും അവിടെ നിൽക്കുന്ന സമയത്താണ് ആ ഒരു ഗോൾഡൻ അവർ കടന്നു പോകുന്നത്. അതായത് ആ ഒരു സൺസെറ്റ് ഇറങ്ങി ആ ഒരു ഹാഫ് ലൈറ്റ് എന്നൊക്കെ പറയില്ല, ആ ഒരു സമയമാണ് വന്നിരിക്കുന്നത്. ആ ഒരു ഇൻസ്റ്റന്റിൽ ഇവർ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ സാധിക്കുന്നു. അത് മാത്രമല്ല ആ ഒരു ഇൻസ്റ്റന്റിൽ തന്നെ ഇവർ വീണ്ടും ബോഡി സ്റ്റിച്ചിങ് നടക്കുകയാണ്. അതായത് ടാക്കിയുടെ ബോഡിയിലേക്ക് ടാക്കിയും മിച്ചുയുടെ ബോഡിയിലേക്ക് മിച്ചുഹയും മാറുകയാണ്. സോ ഹൈപ്പോത്തറ്റിക്കലി ഇവർ രണ്ടുപേർക്കും അറിഞ്ഞ് ആദ്യമായിട്ട് കാണുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഇതിനു മുമ്പും ഇവർ രണ്ടുപേരും കണ്ടുമുട്ടിയിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് ടാക്കിക്ക് അറിയില്ലായിരുന്നു. ടാക്കി കണ്ടത് മിച്ചുവയ്ക്ക് ഭയങ്കര സന്തോഷം വന്ന് അവൾ കരയുന്നു. ശേഷം മിച്ചുവയെ ആവട്ടെ അവന്റെ കയ്യിൽ കിടന്ന ഒരു സ്ട്രിങ് തിരിച്ചറിയുകയാണ്. അപ്പൊ നമ്മുടെ ടാക്കിയും സോറി, നീ എന്നെ തേടി 3 വർഷം മുമ്പ് തന്നെ ടോക്കിയിൽ വന്നു, പക്ഷെ എനിക്ക് നിന്നെ അറിയില്ലായിരുന്നു. നിനക്ക് വേണ്ടി ഇത് ഞാൻ 3 വർഷം സൂക്ഷിച്ചു, ഇനി ഇത് നിന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ ഒരു സ്ട്രിങ് അവളുടെ കയ്യിൽ കൊടുക്കുകയാണ്. മിച്ചുവയും അത് വാങ്ങിച്ചിട്ട് അവളുടെ തലയിൽ കെട്ടുന്നുണ്ട്. എങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞ് അവൾ ചോദിക്കുന്ന സമയത്ത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ പറയുന്നു. മാജിക് അവർ തീരുന്നവരെയാണ് ഇവർ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ സാധിക്കുള്ളൂ. അതിനുശേഷം ഇവർ രണ്ടുപേരും ആ ഒരു വരുന്ന ആ ഒരു കോമന്റിനെ നോക്കുന്നുണ്ട്. അപ്പൊ ടാക്കി, നിനക്ക് ഒരുപാട് ജോലികളുണ്ട്, നിനക്ക് ഇനിയും സമയമുണ്ട്, നിനക്ക് എല്ലാവരും രക്ഷിക്കാൻ പറ്റുമെന്ന് അവൻ പറയുന്നു. ഇപ്പൊ ഓൾമോസ്റ്റ് ആ ഒരു മാജിക് അവർ തീരാറായിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ടാക്കി ആവട്ടെ ഇനി നമ്മൾ എഴുന്നേക്കുന്ന സമയത്ത് ഓർമ്മ വരാൻ വേണ്ടി നമ്മൾ രണ്ടുപേരുടെ പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിൽ എഴുതാന്ന് പറഞ്ഞ് അവനൊരു പേന എടുത്ത് അവന്റെ പേര് മിച്ചുവയുടെ കയ്യിൽ എഴുതി വെക്കുന്നു. അതിനുശേഷം മിച്ചുവിനെ ആ ഒരു പേന വാങ്ങിച്ച് നമ്മുടെ ടാക്കിയുടെ കയ്യിലേക്ക് എഴുതാൻ വേണ്ടി വരുന്ന സമയത്ത് ഇങ്ങനെ അവളും അവിടെ നിന്ന് മറഞ്ഞു പോവുകയാണ്. സോ ഇപ്പൊ ഇവർ രണ്ടുപേരും അവരവരുടെ ടൈം ലൈനിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. എനിക്ക് നിന്നോട് പറയാൻ പറ്റില്ല, നീ ഒരു ലോകത്ത് എവിടെയാണെങ്കിലും നിന്നെ തേടി ഞാൻ വരും, ദയവ് ചെയ്ത് നീ ജീവനോട് തിരിച്ചു വരണം എന്ന് പറഞ്ഞ് അവൻ പറയുന്നു. മിച്ചുഹ, നിന്റെ പേര് മിച്ചുഹ എന്ന് പറഞ്ഞ് അവൻ ഉള്ളിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പെട്ടെന്ന് അവനും മറക്കുന്ന പോലെ തോന്നുകയും വേഗം ഒരു പേന എടുത്ത് മിച്ചുഹ എന്ന് എഴുതാൻ വേണ്ടി വരുന്നതിന്റെ ഉള്ളിൽ തന്നെ അവളുടെ പേര് അവൻ മറന്നു പോകുന്നു. എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നതെന്ന് പോലും അവൻ മറന്നു പോവാണ്. ഞാൻ അവളെ രക്ഷിക്കാൻ വേണ്ടി വന്ന ആരാ അവളുടെ പേരെന്താണ് എന്ന് പറഞ്ഞ് ഒന്നും നമ്മുടെ ടാക്കിക്ക് അറിയുന്നില്ല. ഇതേസമയം നമ്മുടെ മിച്ചുഹ ആവട്ടെ എല്ലാവരെയും ആ ഒരു അവിടെ നിന്ന് വെളിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു. അവൾ ഓടുന്ന സമയത്തും നിന്റെ പേര് ടാക്കി, ഞാൻ മറക്കില്ല, നിന്റെ പേര് ടാക്കി എന്ന് പറഞ്ഞ് അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇവളും ഇവളുടെ ഫ്രണ്ട്സും ചേർന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന പവർ സ്റ്റേഷൻ ബ്ലാസ്റ്റ് ചെയ്തിട്ട് ഫോറസ്റ്റ് ഫയർ ആണെന്ന് പറഞ്ഞിട്ട് സ്കൂളിലെ ബ്രോഡ്കാസ്റ്റ് വഴി എല്ലാവരോടും അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇതേക്കുന്ന ആ ഒരു ജനങ്ങളാവട്ടെ അവിടുന്ന് ആ ഒരു ഫെസ്റ്റിവലിൽ നിന്നും നേരെ അവിടുന്ന് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും ആ ഒരു മേയറും ആൾക്കാരാവട്ടെ അതിന് ഒരു പ്രശ്നവുമില്ല, എല്ലാവരും പാനിക് ആവേണ്ട, സേഫ് ആയിട്ടിരിക്കും എന്ന് പറഞ്ഞ് ജനങ്ങളോട് എങ്ങോട്ടും പോകണ്ടെന്ന് അനൗൺസ് ചെയ്യുന്നു. ഇതേക്കുന്ന ജനങ്ങളും അങ്ങോട്ട് ഓടിപ്പോകാതെ അവിടെ തന്നെ ആ ഒരു ഫെസ്റ്റിവൽ കൂടാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ടാക്കിയുടെ പേര് നമ്മുടെ മിച്ചു മറന്നു പോകുന്നു. ആരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു, ആ പേര് ഞാൻ മറക്കാൻ പാടില്ലായിരുന്നു, ആരായിരുന്നു പറഞ്ഞിട്ട് ആ ഒരു ടാക്കിയുടെ പേര് തന്നെ അവൾ മറന്നു പോകുന്നു. അവൾക്ക് ഇത് സഹിക്കാൻ പറ്റാതെ അവിടെ നിന്ന് ഇങ്ങനെ വേഗം ഓടിപ്പോയി അവൾ താഴെ വീഴുന്ന സമയത്ത് നമുക്ക് രണ്ടുപേരുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതാമെന്ന് ടാക്കി പറഞ്ഞത് അവൾക്ക് ഓർമ്മ വരുന്നു. അതിനെ തുടർന്ന് അവളും അവളുടെ ആ ഒരു കൈ തുറന്നു നോക്കുന്ന സമയത്ത് അതിനകത്ത് അവന്റെ പേരായിരുന്നില്ല, പകരം ഐ ലവ് യു എന്നാണ് അവൻ എഴുതിയേക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് ഒരു തീരുമാനം എടുത്ത് നമ്മുടെ ആ ഒരു മിച്ചു നേരെ പോകുന്നത് മേയറിനെ കാണാൻ വേണ്ടിയാണ്. മിച്ചു, നിന്റെ മനസ്സിൽ നീ എന്താണെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ചീത്ത പറയുന്ന സമയത്ത് അവൾ ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അദ്ദേഹത്തിനും എങ്ങനെയൊക്കെ കൺവിൻസ് ചെയ്ത് ആ ഒരു വില്ലേജിലുള്ള എല്ലാവരെയും ആ ഒരു സ്കൂളിന്റെ ഭാഗത്തേക്ക് എത്തിക്കുകയാണ്. അതിനെ തുടർന്ന് ആ ഒരു കോമ്പറ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിന്റെ ഒരു ഭാഗം നേരെ ആ ഒരു ഇട്ടോമോറി എന്ന് പറഞ്ഞ ഒരു വില്ലേജിലേക്കും വീഴുന്നു. അങ്ങനെ ആ ഒരു വില്ലേജ് മൊത്തം ഇല്ലാതാണെന്ന് കാണിക്കുന്നു. പക്ഷെ ആരും തന്നെ മരിക്കുന്നില്ല, എല്ലാവരെയും ആ ഒരു സ്കൂളിന്റെ അവിടെ എത്തിച്ചതുകൊണ്ട് എല്ലാവരും രക്ഷപ്പെടുന്നു. ഇവിടെ ഫ്യൂച്ചറിൽ നമ്മുടെ ഒരു മിയാമിസു ഷ്രൈനിൽ നിന്നും എഴുന്നേക്കാണ് നമ്മുടെ ടാക്കി. പക്ഷേ താൻ എന്തിനു വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നതെന്ന് അവൻ അറിയുന്നില്ല. അങ്ങനെ വർഷങ്ങൾ കടന്നു പോകുന്നു. നമ്മുടെ ടാക്കി സ്കൂളെല്ലാം കഴിഞ്ഞിട്ട് അവൻ ജോലിയെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കും ഒരു ദിവസമാണ് അവൻ ഒക്കഡൂറിനെ മീറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന സമയത്താണ് നമ്മുടെ ആ ഒരു ഒക്കഡൂറ നമ്മൾ പണ്ട് ആ
ഒരു ഈറ്റമുറിയിലേക്ക് പോയത് നിനക്ക് ഓർമ്മയുണ്ടോ എന്നൊക്കെ പറഞ്ഞു ചോദിക്കുന്നു. 5 വർഷം മുമ്പ് നമ്മൾ പോയതല്ലേ, പക്ഷെ നമ്മൾ എന്തിനാ അവിടെ പോയെന്ന് എനിക്ക് ഇതുവരെ ഓർമ്മയില്ല. ഒക്കഡോറിയും എനിക്കും അത്രയ്ക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞ് അവളും പറയുന്നുണ്ട്. സോ ഇതിലൂടെ തന്നെ ഈ ഒരു കോമഡി വീണതിന് ശേഷം കറക്റ്റായിട്ട് 5 വർഷത്തിന് ശേഷമാണ് ഇത് നടക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ശരിക്കും എന്താണ് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കുള്ള ടൈം ലൈനിൽ നമ്മുടെ ഒരു മിറ്റ്സുഹ ആ ഒരു കോമറ്റ് വീണ് മരിച്ചു പോകുന്നു. എന്നാൽ അവൾ മരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ടാക്കിയെ മീറ്റ് ചെയ്ത് അവന്റെ കയ്യിൽ ആ ഒരു സ്ട്രിങ് കൊടുക്കുന്നത് മൂലം വേറൊരു ആൾട്ടർനേറ്റീവ് ടൈം ലൈൻ ക്രിയേറ്റ് ആവുകയാണ്. സോ ആ ഒരു ആൾട്ടർനേറ്റീവ് ടൈം ലൈനിലാണ് നമ്മുടെ ആ ഒരു ടാക്കി ആവട്ടെ മിറ്റ്സുഹയെ തേടിയിട്ട് ആ ഒരു മിയാമിസു ഷ്രൈനിൽ വന്ന് ആ ഒരു കുച്ചിക്കാമിസാക്കി കുടിച്ച് വീണ്ടും ആ ഒരു മിറ്റ്സുഹയുടെ ബോഡിയിലേക്ക് സ്വാപ്പ് ആവുന്നത്. എന്നിട്ട് എങ്ങനെയൊക്കെയോ അവനും ആ ഒരു മിറ്റ്സുഹയെ ആ ഒരു ഇൻസിഡന്റിൽ നിന്നും രക്ഷപ്പെടുത്തുന്നു. അപ്പോൾ ഹൈപ്പോത്തറ്റിക്കലി സ്പീക്കിംഗ് ഈ പറയുന്ന മിറ്റ്സുഹ മരിച്ച് 3 വർഷത്തിന് ശേഷമാണ് ഈ പറയുന്ന ടാക്കിക്ക് മിറ്റ്സുഹ ആരാണെന്ന് പോലും അറിയുന്നത്. എന്നാൽ ഇവിടെ നമ്മുടെ ടാക്കി ആവട്ടെ ആ ഒരു മിറ്റ്സുഹ മരിക്കുന്നത് തന്നെ തടഞ്ഞില്ല. അതിനെ തുടർന്ന് മിറ്റ്സുഹ മരിച്ചു പോകുന്നു എന്ന് പറയുന്ന ഒരു മെയിൻ ഈവന്റ് തന്നെ ചേഞ്ച് ആവുകയാണ്. സോ അതിനെ തുടർന്ന് ഒബ്വിയസ്ലി ഇനി വരാൻ പോകുന്ന ഓരോ ഈവന്റ്സും ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ഫ്ലാഷ് പോയിന്റ് എഫക്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവില്ലേ, അതേ കാര്യം തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. സോ ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മുടെ ആ ഒരു ടാക്കിക്ക് മിറ്റ്സുഹയെ പറ്റിയുള്ള എല്ലാ ഓർമ്മകളും ഇല്ലാതാവുന്നത്. ഇവന് മാത്രമല്ല മിറ്റ്സുഹയ്ക്കും എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ ടാക്കിയെ പറ്റിയുള്ള എല്ലാ ഓർമ്മകളും അവളും മറന്നു പോകുന്നു. ഇവിടെ നിങ്ങൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ടാക്കി പാസ്റ്റിനെ ചേഞ്ച് ചെയ്ത് നമ്മുടെ മിറ്റ്സുഹ മരിക്കുന്നത് തടയുന്നതിനെ തുടർന്ന് അതിനുശേഷം ഇവർക്കിടയിൽ നടക്കാൻ പോകുന്ന ഒരു ബോഡി സ്വിച്ചിങ് അവിടെ നടക്കാതെ പോകുന്നു. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫിലിമിൽ നമ്മൾ ഇത്രയും നേരം കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ഈവൻസും അവരുടെ രണ്ടുപേരുടെ ലൈഫിലും സംഭവിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇവർ രണ്ടുപേർക്കും പരസ്പരം ആരാണെന്ന് പോലും അറിയുന്നില്ല. ബട്ട് സ്റ്റിൽ ഇവരുടെ ആ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് ഒട്ടും ചെറുതല്ലാത്തത് കൊണ്ട് തന്നെ, അതായത് അവളുടെ ജീവിതത്തിൽ അവൻ ജീവിക്കുകയും ഇവന്റെ ജീവിതം ഇവള് ജീവിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ ചില സ്പാർക്ക് എന്നൊക്കെ പറയാറില്ല, അതേപോലെ ഇവർ രണ്ടുപേർക്കും കുറച്ച് തോന്നലുണ്ടാവും. ആ ഒരു തോന്നലാണ് എന്നും രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് ഞാൻ ആരെയോ തേടുന്ന പോലെ എന്തിനെയോ തേടുന്ന പോലെ എനിക്ക് തോന്നുകയാണ്. ബട്ട് അത് ആരെയാണെന്നോ എന്തിനെയാണെന്നോ ഇവർ രണ്ടുപേർക്കും അറിയുന്നില്ല. സോ ഈ ഒരു കാര്യമായിരുന്നു ഫിലിമിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ മിറ്റ്സുഹയും ഇതേപോലെ തന്നെ ആ ഒരു പഠിത്തം എല്ലാം തീർന്ന് ഇവിടെ ടോക്കിലാണ് ജീവിക്കുന്നത്. അങ്ങനെ അവരും അവരുടെ ലൈഫ് ലീഡ് ചെയ്യുന്ന സമയത്ത് അറ്റ് സം പോയിന്റ് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുകയാണ്. രണ്ടുപേരും ക്രോസ് ചെയ്ത് കുറച്ചങ്ങ് മാറിയപ്പോൾ നമ്മുടെ ടാക്കി തിരിഞ്ഞു നോക്കുന്നു. അതിനുശേഷം അവനൊന്ന് നടന്നു പോകുന്നു. എന്നിട്ട് അപ്പോൾ മറ്റേ ആൾ നിന്നിട്ട്, അതായത് നമ്മുടെ മിറ്റ്സുഹയെ നിന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്നിട്ട് അവൾക്കൊരു തോന്നൽ വന്നതാണെന്ന് പറഞ്ഞ് അവളും മിണ്ടാതെ നടന്നു പോകുന്നു. ഇങ്ങനെ എന്താണ് സംഭവിക്കുന്നത് പോലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തുള്ള ഫീലിംഗ്സിലാണ് ഇവർ രണ്ടുപേരും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഇവൻ അവിടെ ജോലി അന്വേഷിച്ചുകൊണ്ട് പോകുന്നു. അവൾ ആവട്ടെ അവളുടെ കാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ 2 ട്രെയിനും ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയാണ്. രണ്ടുപേർക്കും എന്തോ ഒരു തരത്തിലുള്ള ഫീലിംഗ് വരികയാണ്. ഇവനാണോ ഞാൻ അന്വേഷിക്കുന്നത്, ഇവളാണോ ഞാൻ അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞ് ഭയങ്കര അധികത്തിലുള്ള ഒരു ഫീലിംഗ് വരുന്നു. അതിനെ തുടർന്ന് ഉടനെ തന്നെ രണ്ടുപേരും ആ ഒരു ട്രെയിൻ വിട്ട് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ഓടുകയാണ്. എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് പോലും അറിയാതെ ഇവർ രണ്ടുപേരും ഓടുന്നു. ഇവർ രണ്ടുപേരും എവിടേക്കോ പോയി നോക്കുന്നുണ്ട്. പക്ഷെ ആർക്കും തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവസാനം നമ്മുടെ ടാക്കി ആവട്ടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് സ്റ്റെപ്പിന്റെ മുകളിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ മിറ്റ്സുഹയാണ്. മിറ്റ്സുഹയും ആ ഒരു ടാക്കി കാണുന്നുണ്ട്. അവൾക്കും എന്തോ തോന്നുന്നുണ്ട്, പക്ഷെ ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. രണ്ടുപേരും ഒന്നും തന്നെ മിണ്ടാതെ കടന്നു പോകുന്നു. രണ്ടുപേരും എന്തെങ്കിലും ഒന്ന് സംസാരിക്കാന്ന് പറഞ്ഞ് അടുത്ത് വന്നിട്ട് പോലും ഒന്നും സംസാരിക്കാതെ ക്രോസ് ചെയ്ത് പോകുന്നു. ഇനി ഇത് വെറും എന്റെ ഒരു തോന്നൽ മാത്രമാണോ എന്ന് ചോദിച്ചിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല. എന്നാൽ അവസാനം നമ്മുടെ ടാക്കി ആവട്ടെ നമ്മുടെ മിറ്റ്സുഹയെ വിളിച്ചിട്ട് നമ്മൾ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ചോദിക്കുന്നു. മിറ്റ്സുഹയും എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നതെന്ന് പറഞ്ഞ് ഒരു കണ്ണീരോടെ അവളും റിപ്ലൈ പറയുന്നു. ഇത് കാണുന്ന നമ്മുടെ ടാക്കിയുടെ കണ്ണിൽ നിന്നും കണ്ണീര് വീഴുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സമയം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇവിടെ ഇവർ രണ്ടുപേരും അവരവരുടെ പേര് ചോദിക്കുന്ന സമയത്ത് വേറൊരു അർത്ഥം വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറായിട്ട് ആരാണ് വരാൻ പോകുന്നതെന്ന് മേ ബി നിങ്ങൾക്ക് അവരുടെ പേര് അറിയില്ലായിരിക്കാം, പക്ഷെ അത് ആരാണെന്ന് നിങ്ങൾക്ക് തീർച്ചയായും കണ്ടെത്താൻ സാധിക്കും. സോ ഇവിടെ വെച്ച് ഇവർ രണ്ടുപേരും ഒരുമിച്ചുള്ള ജീവിതം തുടങ്ങുകയാണ്. നമ്മൾ മറ്റൊരാളെ നമ്മൾ പോലും അറിയാതെ സ്നേഹിക്കുന്ന സമയത്ത് അവർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ജീവിതം കംപ്ലീറ്റ് ആവുക. സോ നിങ്ങൾ പറ, എങ്ങനെയുണ്ട് ഈ ഒരു സിനിമ? ഈ ആനിമി എന്ന് പറയുന്നത് കുട്ടികൾക്ക് മാത്രം കാണാനുള്ളതാണോ? പിള്ളേര് പോയിട്ട് വയസ്സായ മുതുക്കന്മാർക്ക് പോലും ഈ ഒരു സിനിമയുടെ ശരിക്കുള്ള കഥ ഇതുവരെ മനസ്സിലാവാത്തവരും ഉണ്ട്. ഒരിടയ്ക്ക് ഇതിന്റെ സംവിധാനമായ മക്കോട്ടോ ഷിൻഗോയോട് ചോദിക്കേണ്ടായി, അതായത് എന്തിനാണ് ഇത്രമധികം കൺഫ്യൂസിംഗ് ആയിട്ട് ഒരു സിനിമ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ മനുഷ്യർക്ക് കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ആ ഒരു കൺഫ്യൂഷൻസിന് ആൻസർ തേടി നടക്കണം. അങ്ങനെ ഒരു ചിത്രമാണ് എന്റേതെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സത്യമല്ലേ, എന്താണെന്ന് ഇവിടെ നടക്കുന്നതെന്ന് പറയാനുള്ള ഒരു ക്യൂരിയോസിറ്റി തന്നെയാണ് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഈ ഒരു സിനിമയെ കാണാൻ വേണ്ടി എല്ലാവരും പ്രേരിപ്പിക്കുന്നത്. അത് മാത്രമാണ് അതിന്റെ റീസൺ എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം വിഷ്വൽസ് ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ, അവരുടെ ആ ഒരു ആർക്ക് ആയിക്കോട്ടെ, പ്ലോട്ട് ആയിക്കോട്ടെ, ഈവൻ സബ്റ്റിലായിട്ട് വരുന്ന ചില എക്സ്പ്രഷൻസ് പോലും ഭയങ്കര ഇൻഫ്ലുവൻസ് വരുന്നു ഈ ഒരു സിനിമയ്ക്കകത്ത്. അങ്ങനെ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടും പ്രതീക്ഷിക്കുന്നു.